ഇപ്പോഴും കേൾക്കുന്നുണ്ടല്ലോ. ആ ശരി, തുടങ്ങാം. തുടങ്ങിക്കൂടെ? കോമളം കുജയൻ വേണം ശ്യാമളവയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. അക്ഷരമാലയിൽ ആദ്യം ജീവാക്ഷരങ്ങളായിട്ടുള്ള സ്വരങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് എങ്ങനെയാണ് പാണിനി സൂത്രത്തിൽ വന്നത്? അയ്യുണ്, ഋക്ക്, ഏയൊങ്, അയ്യൗച്ച്, ഹയ്യൗച്ച് വരെ, അത് ആ മുതൽ ച് വരെ ഉള്ളതായ അച്ച് എന്ന് പേര് വന്നു. അതിന് ജീവാക്ഷരങ്ങൾ എന്നാണ് പേര് എന്നും, സ്വരങ്ങൾ ജീവൻ എന്നാണെന്നും, വ്യഞ്ജനത്തിലെ സ്വരം ഒഴിച്ച് ബാക്കിയുള്ളത് ശരീരാണെന്നും. അപ്പൊ എന്തായി? ജീവനുമായി ശരീരമായി. അപ്പൊ എന്തായി? ഒരു വസ്തുവായല്ലോ ഇപ്പൊ. ആ നിലയിലുള്ള ഈ അക്ഷരത്തില് അടുത്ത ഏതാ? വ്യഞ്ജനാക്ഷരങ്ങളെ പരിചയം വേണ്ടേ? അത് തുടങ്ങുന്നത് നമ്മള് വർഗാക്ഷരങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. വർഗാക്ഷരങ്ങള് കാ ഖ ഗ ഘ ങ ഉള്ള അക്ഷരങ്ങള് ച ഛ ജ ഝ ഞ ടാ ഠ ഡ ഢ ണ 5 വർഗം, ക ച ട ത പ വരെയുള്ള വർഗങ്ങള്. അത് കഴിഞ്ഞിട്ട് യ ര ല വ ശ ഷ സ ഹ വരെയുള്ളത് ആ അക്ഷരങ്ങൾ. അതില് യ ര ല വ ഈ 4 എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. യ എന്ന് പറയുന്നത് വികാരത്തിന്റെ വാക്യാണ്. വികാരത്തിന്റെ തദ്ഭവാണ് യ. ചില നമുക്കറിയാം ശുദ്ധി ഉപാസ്യ എന്ന് പറഞ്ഞാൽ ശുദ്ധി ഉപാസ്യ എന്നാവുന്നുണ്ട് അല്ലേ? അപ്പോ അത്തരത്തില് ഉള്ളത് യാര ഇറ് എന്നുള്ളത് രാന്നാവും, ഊ എന്നുള്ളത് വാന്നാവും. അങ്ങനെ ഈ ഊ റ് എന്നുള്ളത് എന്താവും? ലാന്നാവും. അപ്പോ യാ വാ രാ ല ഇതിനൊക്കെ രക്ഷിതാക്കന്മാരായി. ഇതെന്താണുള്ള ഷ ഷ സ 3 വർണ്ണങ്ങളാണ്. ആ 3 വർണ്ണങ്ങൾക്ക് എങ്ങനെ? ഒന്ന് ഷ. ആ ഷ എന്നുള്ളതിന് താലവ്യം എന്ന് പറയും. ശങ്കരൻ ഷ, ശങ്കരൻ ഷായ്ക്ക് എന്ത് പറയും? താലവ്യം എന്ന് പറയും. താലുവിൽ നിന്ന് പുറപ്പെടുന്നതുകൊണ്ടാണ് ആ വർണ്ണസ്ഥാനങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. താലുവിന് പുറപ്പെടുന്നതുകൊണ്ട് താലവ്യം എന്ന് പറയും, ഷ. അതുപോലെ സ, അത് ദന്തത്ത് പുറപ്പെടുന്ന ദന്ത്യം എന്ന് പറയും. സരസ്വതി സ, ദന്ത്യം എന്ന് പറയും. ദന്ത്യം സ, താലവ്യം ഷ. ഷൺമുഖൻ ഷ ഉണ്ട്, അത് മൂർധന്യം എന്ന് പറയും. അതിന് മൂർധന്യ ഷകാരം ചില ഷ ഷ സ 3 വേറെ വേറെ പുറപ്പെടാൻ അറിയാത്ത മഹാന്മാരുണ്ടല്ലോ. എല്ലാവരും ദോഷാന്നും ദോസാന്നും ദോഷാന്നും എല്ലാം ഒന്നിച്ച് പറയുന്നവരുണ്ട്. പുഷ്പം 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 എല്ലാം പറയുന്നവരുണ്ട്. അങ്ങനെ കുറേ വിഭാഗക്കാരുണ്ട്. ആ വിഭാഗക്കാർക്ക് അക്ഷരം പുറപ്പെടാത്ത മഹാന്മാർക്കുള്ളതാണ് താലവ്യം, ദന്ത്യം, മൂർധന്യം. ഷ ഷ സ 3 പിന്നെ എന്തായി? ഹ എന്നുള്ളത് ഘായുടെ വാക്യം. ആ വാക്ക് ഹരിഹി എന്നുള്ളത് എന്താവും? വാഗ്ഹരിഹി എന്നാവുന്നു സന്ധിയില്. അപ്പൊ ഹ എന്നുള്ളത് ഘായിൽ നിന്ന് വന്നിട്ട് ഒരു ഘോഷമായിട്ടുള്ള വർണ്ണ ആണ്, വിസർഗത്തിന് ഉപയോഗിക്കണം. അതുപോലെ ഹ ഹകാരത്തിന് ഇതുണ്ട്. അതിനൊരു ഗംഭീരമുള്ള വർണ്ണല്ലേ ഖാ പോലെ, ആ വർണ്ണം അതിനുണ്ട്. ആ വർണ്ണത്തിന് ആ ഗംഭീരമുണ്ട്. ഇനി ബാക്കിയുള്ള വർഗാക്ഷരങ്ങൾ. അപ്പൊ എന്തായി? അടുത്ത സൂത്രത്തിന്റെ ഉപോദ്ഘാത ഞാൻ ഈ പറഞ്ഞേ. ഹയവരട്ടെ ലണ്ണ് 2 സൂത്രങ്ങൾ. അയ്യുണ്, ഋക്ക്, ഏയോങ്, അയ്യൗച്ച്, ഹയവരട്ടെ ലണ്ണ്. ഇപ്പൊ എന്തായി? ഹയവരട്ടെ ലണ്ണിൽ എന്തായി? യാരാല വാ അതുവരെയില്ലേ? ഇനി അവസാനത്തേല് വരും ഷഷസരി ഹല്ല് 2 വരും. ഇതെല്ലാം കഴിയുന്ന സമയത്ത് തുടക്കം വന്നാണ് പുട്ടിന് തേങ്ങയിടുന്ന പോലെയാണ്. ഹയവരട്ടെ ലണ്ണ് ആദ്യം കിട്ടും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഷഷസരെ ഹല് അവസാനം വരുന്നുണ്ട്. അതിലാ സൂത്രങ്ങൾ അവസാനിക്കുന്ന അർത്ഥം. ഹയവരട്ടെ ലണ്ണ് കഴിഞ്ഞിട്ട് പിന്നെ മുഴുവൻ വർഗാക്ഷരങ്ങളാ പറയുന്നത്. ഹയവരട്ടെ ലണ്ണ് ഞമഗണനം ഇതെല്ലാം പറഞ്ഞ. ഇത് ഒരു ഢക്ക ഇങ്ങനെ മഹേശ്വരന്റെ അല്ലെ നൃത്തത്തിൽ നിന്ന് കഴിഞ്ഞ ഉടനെ അദ്ദേഹം കൊടുക്കുന്ന ഢക്ക ശബ്ദം കേട്ടിട്ട് സനകാദി മഹർഷികൾ എഴുതിയെടുത്തതാണ് സൂത്രം എന്നാ പറഞ്ഞേ. അപ്പൊ അയ്യുണ് അതൊരു ഢക്കര ശബ്ദം പോലെ തോന്നും. അയ്യുണ്, ഋക്ക്, ഏയോങ്, അയ്യൗച്ച്, ഹയവരട്ട് ലണ്ണ് ലണ്ണ് ഞമഗണനം. ഞാ മാ ങ ണ ന, ഞാ മാ ങ ണ ന. നിങ്ങൾക്കറിയാം ഇത് വർഗത്തിലെ 5ാമത്തെ അക്ഷരങ്ങളാണ്. വർഗത്തിലെ 5ാമത്തെ അക്ഷരങ്ങളാണെന്നത് ഞാ മാ ങ ണ ന അനുദാസി എന്ന് പറയും. ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ഞാ മാ ങ ണ ന 5 വർഗത്തിലുള്ള അത് ജമഗണനം ഒരു സൂത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വർഗത്തിലെ 4ാമത്തെ വരുന്നതിന് ഛഭഞ്ഞ് ഘടധഷ്. അയ്യുണ്, ഋക്ക്, ഏയോങ്, അയ്യൗച്ച്, ഹയവരട്ടെ ലണ്ണ് ഞമഗണനം ഛഭഞ്ഞ് ഘടധഷ്. ഘടധഷ്, ജപഘടധഷ്,
അടുത്തതായി ഛഭഞ്ഞ് ഘടധഷ് ജപഘടദശ്. അത് ആദ്യം ആലോചിക്കണം. ഈ അഞ്ചാമത്തെ വർണ്ണം ആദ്യം പറഞ്ഞു, ഞമഗണനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടോ ഛഭഞ്ഞ് ഘടധഷ്. ഈ ഇതേലാണ് വർഗത്തിലെ നാലാമത്തെ അക്ഷരായി ഇല്ലേ? വർഗത്തിലെ നാലാമത്തതായി. പിന്നെയോ വർഗത്തിലെ മൂന്നാമത്തത് ജപഘടദശ്. ജപഘടദശ്. പിന്നെയോ രണ്ടാമത്തെ വരും എന്തായി? രണ്ടാമത്തായി. അത് കഴിഞ്ഞിട്ടോ ചാട്ടാത്ത വർഗത്തിലെ ഒന്നാമത്തെ അക്ഷരം ചടതവ് കപയ്യ് വരെ എന്തായി? വർഗത്തിലെ ഒന്നായി. അപ്പോ ഈ പാണിനീയ സൂത്രങ്ങളെല്ലാം ഘടിപ്പിച്ചത് എങ്ങനെയാണ്? വർഗാക്ഷരങ്ങൾ തന്നെയാണ്, പക്ഷെ റിവേഴ്സ് ഓർഡറിലാണ് അർത്ഥം. ആദ്യം അനുനാസികം വർഗത്തിലെ 5, 4, 3, 2, 1. ഞാൻ ക്രമത്തിൽ പറയാം. അയ്യുണ് ഋക്ക് ഏയോങ് അയ്യ ഉച്ച വരെ സ്വരങ്ങളായി. ഹയവരട്ടെ ലണ്ണ് ഞമഗണനം ഛഭഞ്ഞ് ഘടധഷ് ജപഘടദശ് ചടതവ് കപയ്യ് ശഷസര് ഹല്. ഇത്രയും സൂത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് ലഘുസിദ്ധാന്ത കൗമുദി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ആർച്ചീവ് എന്നല്ല, ഇന്റർനെറ്റിന്റെ. അതിന്റെ ആദ്യം തന്നെ എന്താണ്? മാഹേശ്വര സൂത്രാസ് എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണെങ്കിൽ ഗൂഗിളിൽ നിന്നെല്ലാം കിട്ടും. ഞാൻ ഈ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്നതാണ്, കിട്ടാത്തതല്ല. പക്ഷെ അത് ഉച്ചരിക്കാൻ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 14 സൂത്രങ്ങളുണ്ട്. എണ്ണിക്കോ. അയ്യുണ് ഋക് ഏയോങ് അയ്യൗച്ച് ഹയവരട്ട് ലണ്ണ് ഞമഗണനം ഝഭഞ്ഞ് ഘടധഷ് ജപഘടദശ് ചടതവ് കപയ്യ് ശഷസര് ഹല്. അല്ലേ? ശഷസര് ഹല് ഞാൻ നേരത്തെ പറഞ്ഞു, അതിവിടെ അവസാനിപ്പിച്ചു. ഇനി നമ്മളൊക്കെ ആലോചിക്കാം. ഇത് നമ്മുടെ വർഗാക്ഷരങ്ങളല്ലേ? ക ഖ ഗ ഘ ങ. ഒന്ന് ആദ്യത്തേത് മൃദു എന്ന് പറയും. ക ആദ്യത്തെ അക്ഷരത്തിന് മൃദു അക്ഷരത്തിന് പേര്. രണ്ടാമത്തെ അക്ഷരത്തിന് എന്ന് പറയുന്നത് ഖരം എന്ന് പറയും. ക ഖ. രണ്ടാമത്തെ ഖരം എന്ന് പറയും. ആദ്യത്തെ അക്ഷരം മൃദു, രണ്ടാമത്തെ അക്ഷരം വസ്തു തന്നെയാണ്. അത് ഒരു ദിക്കിൽ തട്ടുമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക അത് കുറച്ച് റാഷായിട്ട് ഖരായിട്ട് പിടിച്ചാൽ എന്തായി? കാ എന്നുള്ളത് എന്താവും? ഖ എന്നാവും. അത് കുറച്ച് അതിമൃദു, ലേശം സാധുവാക്കുക. കകാരത്തിനേക്കാൾ കകാരത്തിന്റെ മൃദുവാണ്, കുറച്ചും കൂടെ മൃദുവാക്കണ. ഗ അത്രയില്ല. ക ഖ ഖരം ഗ. അത് ഘോഷാക്കിയാട്ടെ. അതേ കായനെ പിടിച്ച് ഘോഷാക്കിയാലോ? ഘ. അത്രയില്ല. കാ എന്ന് പറയുന്നതിന് എത്രയായിട്ട് വരുന്നുണ്ട്? കാ എന്ന് പറയുന്ന വർണ്ണം തന്നെ 5 എണ്ണമായിട്ട് വരുന്ന നോക്കണം. ക മൃദു, ഖ ഖരം, ഗ അതിമൃദു, ഘ ഘോഷം. പിന്നെയോ ങ അത് മൂക്കിലെ അനുനാസ് സാഗ് ങ അത് മൂക്കിലെ കൂടി വരും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതേ ഒരേ കകാരം തന്നെ ചെറിയ ചില വ്യത്യാസത്തിന്റെ മേലെ എന്തായി പോകുന്നത്? ചെറിയ ചില വ്യത്യാസത്തിന്റെ മേലെ പുറപ്പെടുന്ന സ്ഥലമൊക്കെ ഒന്ന് തന്നെയാണ്. ചെറിയ ചില വ്യത്യാസത്തിന്റെ മേലെ എന്തായി പോകുന്നുണ്ടത്? ഒന്ന് മൃദുവായിട്ട്, മറ്റേതോ ഖരായിട്ട്, രണ്ടാമത് അതിമൃദുവായിട്ട്, നാലാമത്തതിൽ ഘോഷായിട്ട്, അഞ്ചാമത്തത് അനുനാസ്യം എന്ന് പറയും. അപ്പോ വർഗാക്ഷരങ്ങളിലെ ആദ്യത്തെ 5 എണ്ണത്തിന് മൃദു, ഖരം, അതിമൃദു, ഘോഷം, അനുനാസികം. ക ഖ ഗ ഘ ങ ച ഛ. അതിന് അത് ഖരായിക്കോ. ച ഛ ജ ഝ നിർജ്ജരി ഛ ഞ. അതാണ് ഈ ചായന മൂക്കിലെ കൂടി വിട്ടാൽ എന്തായി? അനുദാസ ഞായായി. ചായനെ പിടിച്ച് ഞായാക്കുക, ചായനെ പിടിച്ച് ഛായാക്കുക. അങ്ങനെ എന്ത് ചെയ്യാം? പല മാറ്റങ്ങളും വരുത്തിയിട്ട് എന്താക്കണം? 5 അക്ഷരങ്ങളാക്കി മാറ്റണം. അതുപോലെ തന്നെ ക ച ട ട ഠ ഡ ഢ അതിമൃദുണ്ട്. ഡ ഢ ഘോഷം. ന ട ണ ട പറഞ്ഞു ട ണ ട. അങ്ങനെ പറഞ്ഞാൽ എന്താവും? ഈ ടായിനെ മൂക്കിലെ കൂടെ വരുമ്പോൾ നാളായി മാറും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ അനുനാസികാന്ന് ഠകാരത്തിന്റെ അനുനാസിക രൂപമാണ് ന എന്ന് പറയുന്നത്. ഇനിയോ പ ക ച ട ത ത ഥ ദ ധ ന. അതും ഇങ്ങനെ ഇതേ ക്രമം തന്നെയാണ്. പ ഫ ബ ഭ മ. ഇത്രയും അക്ഷരങ്ങൾ എന്തായി? ഇതിനൊക്കെ ഇതേ ക്രമത്തില് മൃദു, ഖരം, അതിമൃദു, ഘോഷം, അനുനാസികം എന്നുള്ള ക്രമത്തില് ഓരോ വർഗത്തില് 5 അക്ഷരങ്ങളെ വീതം ക്രമീകരിച്ച്
അതിനപ്പുറം ഇപ്പുറം എന്ത് ചെയ്തു? ഹയവരട്ടെ ലണ്ണ് ആദ്യം, ഷഷസര് ഹല്ല് അവസാനം. അങ്ങനെ എന്താക്കി? സൂത്രത്തിനെ ക്രമീകരിച്ചു. ഇവിടെ എന്ത് ചെയ്തു? അതേ ലെവലിൽ തന്നെ 5, 4, 3, 2, 1. ഞമണനം ഛപഞ്ഞ് ഘടദശേ ജപഘടദശേ ഖ ഫ ഛ ട ഥ ചടത കപയ്യ് ഷഷസര് ഹല്. ഈ അവസാനം പറയുന്നത് ഈ ഢക്കേന്റെ നാദത്തിന്റെ ബാക്കിയാണ്. അത് വേണ്ട, അതിനെ ഒഴിവാക്കണം. അതിന് ഇത്ത് എന്ന് പറയും. അയ്യൂണുകൾക്ക് ഇങ്ങനെ നിങ്ങൾ പഠിക്കണം. അയ്യൂണുകൾക്ക് ഏയോ അയ്യോ ഹയവരട്ട് ലണ്ണ് ഞമണനം ഛപഞ്ഞ് ഘടദശ് ജപഘടദശ് കേൾക്കുമ്പോൾ ചൈനീസാന്ന് തോന്നും. ചൈനീസാന്ന് തോന്നുന്ന കാര്യമില്ല. ഇത് സംസ്കൃതം ഞാൻ പറയുന്നത്. നമുക്ക് അറിയുന്ന മലയാള അക്ഷരം തന്നെ ഞാൻ എഴുതില്ല. അയ്യൂണ് ഋക്ക് ഏയോങ് അയ്യൂച്ച് ഹയവരട്ടെ ലണ്ണ് ഞമഗണനം ഝഭഞ്ഞ് ഘടദശ് ജപഘടദശ് ഖ ഫ ഛ ട ഥ ചടദൗ കപയ്യ് ഷഷസര് ഹല്. ഇത് മാഹേശ്വരാണി സൂത്രാണി. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ പഠിക്കണം. അതിന്റെ അവസാനത്തെ വർണ്ണം ഒഴിവാക്കി പഠിക്കണം. ഐ ഉ ഋ എ ഓ അയ്യൗ ഹയവ ല ഞമഗണന ഝഭ ഘടധ ജപഘടത ഖ ഫ ഛ ട ഥ ചടദ കപ ഷഷസ അ. ഇങ്ങനെ പഠിച്ചേക്കണം. ആ അവസാനത്തെ വർണ്ണങ്ങൾ വിട്ടിട്ട്. അപ്പൊ ഒരു ഹയവരട്ടിൽ ഹാ ഉണ്ട്, ഒരു ഹ ഹല്ലിൽ ഒരു ഹാ ഉണ്ട്, വിസർഗത്തിനും മറ്റു കാര്യം പല ആവശ്യങ്ങൾക്കായിട്ട് 2 ഹകാരം ഉപയോഗിച്ചതിന് പറയാൻ ഭാഷ്യമെല്ലാം പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. ഏതായാലും വർണ്ണമാല സൂത്രരൂപത്തിലും പഠിക്കണം, അക്ഷരമാലാക്രമത്തിലും പഠിക്കണം. ആ അക്ഷരമാലാക്രമത്തിൽ പഠിക്കുമ്പോൾ ജീവൻ ഏതാണ്, അതിന് സ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യഞ്ജനം എന്ന് പറയുന്നത് എന്താണ്, അതിൽ മൃദു എന്ന് പറഞ്ഞാൽ എന്താണ്, അതിമൃദു എന്ന് പറഞ്ഞാൽ എന്താണ്, ഖരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്, അനുനാസികം എന്ന് പറഞ്ഞാൽ എന്താണെന്നെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഈ വർണ്ണത്തിന് നിങ്ങൾക്ക് ഒരു ഐഡിയ. ഞാൻ ഇതിന്റെ സൂത്രങ്ങളിലെ പിന്നെ അടുത്ത ഈ ക്ലാസ് തന്നെ ഞാൻ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കാം. ആ ക എന്ന് പറഞ്ഞു നോക്കട്ടെ എല്ലാവരും. ക എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നത്, കണ്ഠത്തെ പുറപ്പെടുന്നത് ആ ക അല്ലെ. ലേശം ആ ച കുറച്ചുകൂടി ആ ക കഴിഞ്ഞ് ലേശം കൂടി മേലെ പുറപ്പെടും ച. പിന്നെയോ ട ട. ആ നാവ് മേലെ മുട്ടുന്നില്ലേ? ട എന്ന് പറയേണ്ട പോലെ പറഞ്ഞാൽ എന്താവും? നാവ് മൂർധ എന്ന് പറയും. ആ സ്ഥലത്തിന് എന്ത് പറയും? മൂർധ. ക കണ്ഠം. ച ആ ച എന്ന് പറയുന്ന ആ വാക്യത്തിന് എന്താ പറയാ? താലു എന്ന് പറയും. ആ ച എന്ന് പറയുന്നതിന് താലു എന്ന് പറയും. ക ച ട മൂർധ. പിന്നെ നോക്കോ ത ത. ആ പല്ലിന്റെ മേലെ ഒന്ന് മുട്ടുന്നുണ്ട്, നാവ് മുട്ടുന്നുണ്ട്. ത പ. 2 ചുണ്ട് കൂടുന്നില്ലേ? പ ക. ആ ക്രമം ഓർമ്മിച്ച ഈ തൊണ്ടയെന്ന് ചുണ്ട് വരെയുള്ള ഭാഗങ്ങള്, ഈ നമ്മളെ ത്രോട്ട് ടു ലിപ്പ് വരെയുള്ള ഭാഗങ്ങൾ ഒരു ആംഗിൾ. ഈ നമ്മൾ ENT സ്പെഷ്യലിസ്റ്റ് എടുത്ത് പോയാലേ നാവിന്റെ മേലെ വെച്ചിട്ട് കാണിക്കുന്നില്ല. ആ സാധനം തന്നെ ഇത്. അത് നമ്മൾ വീണ്ടും വിചാരിച്ചാൽ അത്രേ വേണം. ആ ENT സ്പെഷ്യലിസ്റ്റ് നമ്മളെ നാവിന്റെ മേലെ വെച്ച് തൊണ്ട ടെസ്റ്റ് ചെയ്യുന്നില്ല. ആ തൊണ്ട ടെസ്റ്റ് ചെയ്യുന്ന സാധനം തന്നെ വീണ്ടും വിചാരിച്ചാൽ മതി. ക ഖ ഗ ഘ ങ ച ഛ ഛ ഛ ഞ ട ഠ ഡ ഠ ന ത. പല്ലിന്റെ മേലെത്തി. ത ഥ ദ ധ ന പ ഫ ബ ഭ മ. അപ്പൊ ഈ ചുണ്ട് മുതല് ഈ തൊണ്ട വരെയുള്ള ഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു കർവ്, ഒരു എന്താ പറയണ്ട, ഒരു ആർക്കിന്റെ രൂപത്തിലാണെന്നല്ല, ഒരു അർദ്ധവൃത്ത രൂപത്തിലാണെന്നല്ല. ഈ തൊണ്ട മുതല് ഈ ചുണ്ട് വരെയുള്ള ഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ അക്ഷരങ്ങളെല്ലാം പുറപ്പെടാൻ വേണ്ടിയിട്ട് വായുവിനെ ആടെ കൊണ്ടുവരുന്ന ടച്ച് ചെയ്യണം. ആ വായു അവിടെ ടച്ച് ചെയ്താലേ. അപ്പൊ വർണ്ണങ്ങളില് ആ എഴുതിക്കോ. അകാരം കവർഗം ഹകാരം, അകാരം കവർഗം ഹകാരം വിസർഗം. ഇത്രയും വർണ്ണങ്ങൾ എന്ന് എടുത്ത് വരുന്നതാണ് കണ്ഠത്ത് വരുന്നതാണ്. കണ്ഠത്തുനിന്ന് പുറപ്പെടുന്ന വർണ്ണങ്ങൾ അകാരം കവർഗം വിസർഗം. അങ്ങനെ കൂടെയല്ല. കവർഗം ക ഖ ഗ ഘ വിസർഗം രാമ കൃഷ്ണ ഗോവിന്ദ, അങ്ങനെ വിസർഗം. അകാരം കവർഗം വിസർഗം എടുത്ത് പുറപ്പെടുന്നു കണ്ഠ. അതിന് സൂത്രം തന്നെ ഉണ്ട്. അകോഹ വിസർജനീയാന കണ്ഠ. വൃത്തി തന്നെ ഉണ്ട്. അകാരം കവർഗം ഹകാരം വിസർഗം. അകാരം കവർഗം ഹകാരം വിസർഗം. ഇത്രയും സാധനങ്ങൾ എടുത്ത് വരുന്നതാണ് കണ്ഠം. നമ്മൾ പറഞ്ഞു നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെയോ അടുത്തത് ഇകാരം സവർഗം യാ സ. ഇകാരം സവർഗം യാ സ. താലു എന്ന് വരുന്ന വർണ്ണമാണ്. താലു എന്ന് പറയും. ആ വർണ്ണത്തിന്റെ സ്ഥാനത്തിന് എന്ത് പറയും? താലു. ഇജുശാന താലു. താലവ്യ വർണ്ണങ്ങൾ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടോ അടുത്തത്
ഇനി മൂർധ അടുത്ത സ്റ്റെപ്പായി. കണ്ഠം ടാങ് അടുത്ത സ്റ്റോപ്പ്, താലു ടാം അടുത്ത സ്റ്റോപ്പ് മൂർധ. ഋകാരം ടവർഗം ടവർഗം രാഷ ടവർഗം രാഷ ഋഡുരഷാണാം ടവർഗം ഷകാരം രേഫം. ഇത്രയും വസ്തുക്കൾ എടുന്ന് ഇത്രയും വസ്തുക്കൾ മൂർധ എന്ന് പറയും. ഋഡുരഷാണ മൂർധ മുതലങ്ങോട്ടല്ലോ. അതെല്ലാം എന്തായി എടുത്ത് വരുന്നത് മൂർധ. ഇനി അടുത്തെന്താ ഇതാ പല്ലിലേക്ക് എത്തി. നമ്മൾ കണ്ടത്ത് നേരത്തേക്ക് എത്തി, പല്ലിലേക്ക് എത്തി. ല ത ഥ ദ ധ ന ല സ. തവർഗം ലകാരം സകാരം. തവർഗം ലകാരം സകാരം. ഇത്രയും വർണ്ണങ്ങൾ എടുത്ത് ദന്ത്യവർണ്ണങ്ങൾ പറയും. ദന്തത്തെ പറയുന്നത് അത് പല്ലില്ലെങ്കിൽ ശരിയാവില്ല. പറഞ്ഞ പോകും. ആ പല്ലില്ലാത്ത ഒരു സകാരം പുറപ്പെടുന്ന കേട്ടാ പറഞ്ഞു മനസ്സിൽ പല്ലില്ല. അത് കഴിഞ്ഞാലോ പിന്നെ അടുത്തത് എന്തായി നമ്മളെത്തി ചുണ്ടിലേക്ക് എത്തി. പ ഉ പവർഗം ഉകാരം പവർഗം. ഉപധ്വാനി എന്നൊരു വിഭാഗമുണ്ട്. ജിഹ്വാമൂലിയം ഉപധ്വാനി എന്നൊരു വിഭാഗമുണ്ട്. വിസർഗത്തിന് പരത്തിൽ ഞാൻ പിന്നെ പറഞ്ഞ ഉകാരം പവർഗം ഉപധ്വാനി എന്നാണ് എഴുതിക്കോ വെറുതെ. ഉകാരം പവർഗം ഉപധ്വാനീയം ഇവകൾക്കെല്ലാം എന്ത് പറയും? ഇവർക്ക് ഒറ്റ പേരുണ്ട്. ഓഷ്ടത്തിൽ പറഞ്ഞു. ഓഷ്ടം എന്ന് പറയും. ഓഷ്ടം അധരം ഓഷ്ടം. ഓഷ്ടം മേലയിലെ ഓഷ്ടം. ഉപധ്വാനീയങ്ങൾ ഇതൊക്കെ എന്തായി ഓഷ്ടം എന്ന് പറയും. അപ്പൊ അതായത് ആ വർണ്ണത്തിന്റെ ഓർമ്മയില്ലേ? ആ മുതലേ ആ ഊ വരെ ആ ഈ ഊ അല്ലല്ലേ അതെല്ലാം കണ്ടെത്തി. അകൂഹ വിസർജനീയാനാം കണ്ഠ ഇജുയശാനാം താലു ഋഡുരഷാണാം മൂർധ ഋതുലസാനാം ദന്ത ഉപധ്മാനീയാനാം ഉപധ്മാനീയാനാം ഓഷ്ടം. ആ ഈ ഉ അതിലെ ആ ഈ വർണ്ണത്തിന്റെ സ്ഥാനങ്ങളെല്ലാം എന്തുണ്ട്? ഈ അകാരത്തോട് കൂടിയിട്ട് അകാരം കവർഗം അകാരം കവർഗം ഹകാരം വിസർഗം കണ്ഠം മുതല് ഊ പവർഗം പ ഫ ബ ഫ മ വരെയുള്ളതാ. ഓഷ്ടം വരെയുള്ള ഈർന്ന് മുതൽ ഈട വരെയുള്ള ഏരിയയാണ് ഉണ്ടാക്കുന്നത്. എന്തായിട്ടുള്ളത്? ഇത് മുഴുവൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതിന് ഈ ഈടുള്ള പ്രാണനുണ്ട്. ഈടൊരു ചക്രവും പ്രാണനുണ്ട്. വിശുദ്ധി ചക്രം എന്ന് പറയും. വിശുദ്ധി ചക്രം എന്നും പറയും. അതുപോലെ തന്നെ യോഗശാസ്ത്രമൊക്കെ ഫേമസ് ആണ്. ഇവിടെ വിശുദ്ധി ചക്രം എന്ന് പറയും. അതുപോലെ തന്നെ എന്തുണ്ട്? ഈര ഉദാനം എന്ന് പറയുന്ന പ്രാണൻ. ഉദാനൻ എന്ന് പറയുന്ന പ്രാണൻ എവിടെയാണ്? ഈ കണ്ഠത്തിലുള്ള പ്രാണനാണ്. അപ്പൊ ഉദാനനും വിശുദ്ധി ചക്രവും എത്രമാത്രം നമ്മൾ നന്നാക്കി എടുക്കുന്നോ അത്രമാത്രം നമുക്ക് എന്ത് കിട്ടും? അക്ഷരത്തിന് എന്ത് കിട്ടും? നമുക്ക് സ്ഫുടത കൂടിക്കൊണ്ടിരിക്കും. ആ അക്ഷര സ്ഫുടത ഉണ്ടാവാൻ മന്ത്രങ്ങൾ ധാരണ സരസ്വതി എന്ന് പറഞ്ഞിട്ടും ഈ നമ്മളിപ്പോ കഴിക്കാൻ പോകുന്ന പൂജ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ശുദ്ധമായിട്ട് വർണ്ണം പുറപ്പെടാൻ വേണ്ടിയിട്ടാണ്. സാളഗ്രാമ തീർത്ഥം, തുളസി തീർത്ഥം ഇതൊക്കെ എന്താണ്? ചക്രം നന്നാവാൻ വളരെ വിശേഷമാണെന്ന് കേട്ടിട്ടുണ്ട്. തുളസി തീർത്ഥം സേവിക്കുക, സാളഗ്രാമ തീർത്ഥം ഡെയിലി സേവിക്കുക. ഇതൊക്കെ എന്തുണ്ടാവും? ഇതൊക്കെ നമ്മൾ അക്ഷരത്തിന് ഇതാ നമ്മൾ വിശുദ്ധി ചക്രം നന്നാവും എന്നർത്ഥം. വിശുദ്ധി ചക്രവും നന്നാവണം. അതുപോലെ ഉദാനം എന്ന് പറയുന്ന പ്രാണന് നേരാവണ്ടേ? വെറുതെ ആയി പറ്റില്ല. വിശുദ്ധ ചക്രം മാത്രം നേരായിട്ട് കാര്യമില്ല, പ്രാണന് നേരാവണല്ലോ. ഉദാനം എന്ന് പറയുന്ന കണ്ഠദേശത്തിലുള്ള പ്രാണൻ. അതായത് ഞാൻ പറഞ്ഞു സമാനനിൽ നിന്നാണ് എടുത്ത് വരുന്നത്. സമാനനിൽ നിന്ന് പുറപ്പെട്ടിട്ട് എവിടെത്തി? പ്രാണനിലെത്തി. ആ പ്രാണൻ പിടിക്കുന്നുണ്ട്. അതാണ് പ്രയത്നം പറയുന്നത്. ആ പ്രാണൻ അതാണ് പ്രയത്നം. അതാണ് മാഷം പറിക്കുന്നത് ശമ്പളം കൂടിയ സമാനന് പിടിച്ചിട്ട് പ്രാണനിലേക്ക് എത്തുക. പ്രാണൻ ബാക്കിയുള്ള പണികൾ എന്താണ്? പ്രാണനെ കൊണ്ടാണ് പണിയെടുക്കുന്നത്. നമ്മളങ്ങനല്ല. മാഷന്മാർ എടുക്കുന്നത് എന്താണ്? സമാനത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ഈടുത്താണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അതിനാ വീര്യം ജാസ്തി. സമാന പ്രാണന് എപ്പോഴും ഉണ്ട്. എവിടെയാണ്? നാഭി സംസ്ഥിത. ശരീരത്തിന്റെ ഏറ്റവും മധ്യത്തിലുള്ള നാഭിയിൽ നിന്ന് ഈ എന്താ പറയണ്ടേ? ഈ അക്ഷരദേവത എഴുതാൻ നമ്മൾ ആവാഹിക്കുന്ന അല്ലങ്കല്ല, ചൂട്ടുന്നില്ലെങ്കിൽ ആവാഹിക്കും. അപ്പൊ ഈ ഈടെയാണ് എന്ത് നിൽക്കുന്നത്? ഈ ആധാരം അതായത് പറയുന്നത് സ്വാധിഷ്ഠാനം കഴിഞ്ഞിട്ട് അല്ലെ? ആ അധിഷ്ഠാനത്തിന് അടുത്തേക്ക് എത്തി. നമ്മൾ നേരെ ഇടത്തേക്ക് പ്രാണനിലേക്ക് എത്തി. പ്രാണൻ നേരത്തേക്ക് എത്തണം. വിശുദ്ധി എന്ന് പറയുന്ന നിക്കലെത്തണം. അതാണ് അക്ഷരശുദ്ധി, വിശുദ്ധി. ഉദാനൻ ഈ പ്രാണൻ ഉദാനൻ ക്ഷയിച്ചു വിചാരിക്കാം, വർത്തമാനം പറയാനാവില്ല. ഉദാനൻ ക്ഷയിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനോ വർത്തമാനം പറയാനാവില്ല. പിന്നെ അവന്റെ കാര്യം കഷ്ടത്തിലായി.
അല്ലെ? ചില ആൾക്കാർ ചോദിച്ചാൽ പറയുന്നില്ല, ഉത്തരം പറയാനാവാണ്ടല്ലോ. ഒരാള് അച്ഛാ ബാങ്കിൽ എവിടെ ഡെപ്പോസിറ്റ് ഇല്ല, അച്ഛന് പറയാനാവുന്നതായിട്ട് ഉണ്ടാക്കിയേ. ഇപ്പോഴും അങ്ങനെ എത്രയോ കോടിക്കണക്കിന് ഉറപ്പ് ബാങ്കിൽ കിടക്കുന്നുണ്ട്, അച്ഛന്മാർ ഇട്ട് വെച്ച പൈസ. അച്ഛന് പറയാൻ പറ്റിയില്ല. ഇത് ഉദാഹരണം വീക്കായി പോയി. അങ്ങനെ ഉദാഹരണന്റെ വീക്ക്നെസ് വന്നാൽ അക്ഷരം പുറപ്പെടാനാവില്ല. അപ്പൊ ഈ പ്രാണനില് ഉദാഹരണന്റെ വീക്ക്നെസ് ആണെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തുണ്ട്, ഈ സ്വാധിഷ്ഠാനത്തിൽ ഈ നാഭിയിലുള്ളതും ഹൃദയത്തിലുള്ളതും എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്, സമാനവും പ്രാണൻ. ഈ പ്രാണൻ നേടിയത് ഈ വിശുദ്ധിയിലെത്തിയിട്ട് വരുമ്പോഴാണ് എന്താവുന്നത്, വിശുദ്ധിന്ന് കറക്റ്റായിട്ട് കണ്ഠത്തിലേക്ക് അതാണ് ശംഖം പോലെയുള്ള കണ്ഠത്ത് എന്ത് ചെയ്യണം, തട്ടണം. ആ കൃത്യതയ്ക്ക് ഫ്യൂസ് വേറെ പോണം, എടുത്തേക്ക് പോണം, താളിലേക്ക് പോണം. അതുപോലെ തന്നെ ഇത് വേണം, മൂർധാവിലേക്ക് പോകണം. അതുപോലെ എന്ത് വേണം, ദന്തത്തിലേക്ക് പോകണം. അതുപോലെ എന്ത് വേണം, ഓഷ്ടത്തിലേക്ക് പോകണം. ഈ വിശുദ്ധി എന്നുള്ള കണക്ഷൻസ് ആണ് മുഴുവൻ അടുത്തേക്ക് പോകുന്നത്. വിശുദ്ധി ടു കണ്ഠം, കണ്ഠം ടു താലു നിന്ന് അടുത്തേക്ക് മൂർധാവെന്ന് ദന്തം, ദന്തത്തിന്ന് ഓഷ്ടം, ഓഷ്ടം ദന്തം മൂർധ താലു കണ്ഠം. റിവേഴ്സ് ആയ ഫോർവേഡ് ആയാല് കണ്ഠം താലു മൂർധ ദന്തം ഓഷ്ടം. ഇത്തരത്തിൽ എന്തായി, ഇങ്ങനെ നമ്മള് എന്ത് ചെയ്യണം, ഇതിനെ എന്ത് ചെയ്യണം, പരിശീലിച്ചിട്ട് ലിപി സരസ്വതി എന്ന് പറയും. ഇതിന് ഋഷി, ഛന്ദസ്, ദേവതയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും ചൊല്ലേണ്ടതാണെന്ന്. ഒന്നുകിൽ അക്ഷരമാല ഡെയിലി എന്ത് വേണം, ഒരു തവണയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ അക്ഷരമാല ഉപാസിക്കണം. അല്ലെങ്കിലോ അയ്യുണ്, ഉണക്ക്, ഏവം, അയ്യൗച്ച്, ഹയവരട്ട്, എണ്ണ്, അങ്ങനെ അതെങ്കിലും ഉപാസിച്ച്. എന്നാൽ ഈ മഹേശ്വരന്റെ ഈ ഢക്കയിലുള്ള ശബ്ദങ്ങൾ, ആ അക്ഷരങ്ങൾ അങ്ങനെ ആയിരുന്നു. അപ്പോ നമ്മുടെ ദേശസമ്പ്രദായം അക്ഷരമാല തന്നെയാണ്. ഈ ഇതേ ക്രമമാണ്, വർഗക്രമവും വർണ്ണക്രമവും അതൊക്കെ അതിൽ കണക്കാക്കിയിട്ട് പോകുന്നതാണ്. മാഹേശ്വര സൂത്രം എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും, അത് എന്താണ്, വ്യാകരണം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മള് ശരിക്കും അങ്ങനെ അക്ഷരം സൃഷ്ടിക്കുമ്പോൾ എങ്ങനെ സൃഷ്ടിച്ചാൽ ഈ ചേർത്താൽ മതിയല്ലോ, സ്വരം കൂട്ടിയാൽ മതിയല്ലോ. അവരെ അങ്ങനെ അതാണല്ലോ. അപ്പൊ അതാണ് ഈ ജീവൻ വീണ്ടും പിന്നെ കൂട്ടിയിട്ട് ഈ സരസ്വതി ദേവി ബ്രഹ്മാവിന്റെ ഇതില് സൃഷ്ടിക്രമത്തില് വിദ്യേന അതല്ല ആടാണല്ലോ തുടങ്ങുന്നത്. അതുവരെ അദ്ദേഹം ഈ തേങ്ങയും മാങ്ങയും മറ്റേ പ്ലാവും ചക്കയൊക്കെ ഉണ്ടാക്കിയിട്ടു. അത് ശേഷമാണ് സരസ്വതി വന്നേ, പിന്നെ ബുദ്ധി വന്നപ്പോഴാണ് സരസ്വതി വന്നതിന് ശേഷമാണ്. അവര് വന്നതിന് ശേഷം എന്ത് വന്നത്, സരസ്വത് അതെ അത്ര, അതുപോലെ അത് സരസ് പോലെ അത്ര ഉള്ളത്. ഉള്ളത് എന്താ, വിദ്യാധനം സർവധന പ്രധാനം, ന ചോരഹാര്യം ന ച രാജഹാര്യം ന ഭ്രാതൃഭാഗ്യം ന ച ഭാരകാരി വേഗതേ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധനാ പ്രധാനം. സൃഷ്ടി എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ എന്ത് വേണം, വിദ്യ എന്ന് പറയുന്ന സാധനം വേണം. അതിനാ സരസ്വതിനാണ് പ്രതീക്ഷിച്ചില്ലേ. ഈ സരസ്വതി എന്ന് പറയുന്ന ആള് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സരസ്വതി ദേവിയാണ് എന്താന്ന്, അത് വീണാതന്ത്രി അവരുടെ സമ്പ്രദായത്തില് ആ വീണാതന്ത്രികളിൽ നിന്ന് വീട്ടിലുള്ള ഈ ശബ്ദങ്ങൾ എന്താക്കി, അത് ആ ശബ്ദങ്ങളാക്കിയിട്ട് അക്ഷരങ്ങളാക്കി മാറ്റിയെന്നും നമ്മളെന്താ പറയുന്നത്, ഈ മഹേശ്വരന്റെ ഢക്കാശബ്ദ സനകാദി മഹർഷികൾ എഴുതിയാന്നും അതൊന്നും നമുക്കറിയില്ല. ദേവലോകത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവിച്ചതെല്ലാം നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്ക് എങ്ങനെ തന്നിട്ടുണ്ട്, ആ ചൈതന്യത്തിലുള്ള ചൈതന്യം അല്ലെ, ആ ചൈതന്യാണല്ലോ, ആ പരമാത്മ ചൈതന്യാണല്ലോ നമ്മുടെ അടുത്തുള്ളത്. ആ ചൈതന്യം നമ്മുടെ പ്രാണൻ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ട്. അന്ന് ബ്രഹ്മാവിന് കിട്ടിയിട്ടുള്ള ആ വസ്തു നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യണത്, അത് കൃത്യമായിട്ട് ചെയ്യണം, അത് ഉപയോഗിച്ചേക്കണം. അത് ഉപയോഗിച്ചാൽ മതി. അത് കൃത്യമായിട്ട് അറിഞ്ഞ് ഉപയോഗിക്കണം. എങ്ങനെ അറിയേണ്ടതാ, ഈ ഹൃദയത്തിൽ നിന്ന് പ്രാണൻ ഉള്ളിടത്തോളല്ലേ നമുക്ക് അക്ഷരം പുറപ്പെടുള്ളൂ. പ്രാണൻ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ആ ശക്തി സ്വാധിഷ്ഠാനത്തിന് പ്രാണനിലേക്ക് എടുത്തു വെച്ചിട്ട് ആ പ്രാണനിൽ നമ്മൾ എന്ത് ചെയ്യണം, വിശുദ്ധിയിലേക്ക് എത്തിച്ച് ആടെ ഉദാഹരണം എന്ന് പറയുന്നത് പ്രാണനിലേക്ക് എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ചില പഴയ പാട്ടുകാരുണ്ട് ഡെയിലി സാധകം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്, ഉദാഹരണം എന്ന് പറയുന്നത് പ്രാണനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രാണൻ നേരെയിലേക്ക് എന്താവില്ല, വർത്തമാനം പറയാനാവില്ല. അപ്പോ അവർക്ക് അതാണുള്ള ബലം, അവരുടെ തൊണ്ടയാണ്. യേശുദാസൻ എന്താ ബലം, അയാൾ സമ്പാദിച്ച മുഴുവൻ തൊണ്ട കൊണ്ടാണ്, ഈ ത്രോട്ടുണ്ടാവും. അയാൾക്ക് ഒരു പണി അറിയില്ല, പാടാനറിയാം. അതാണ് അങ്ങനെ ഈ അറിയുന്ന ഇതില് അത് പല രൂപത്തിലും ഉണ്ട്. അത് എങ്ങനെ ശബ്ദരൂപത്തിലുണ്ട്, വർണ്ണാത്മകം, ധൈര്യാത്മകം, പല തരത്തിലുള്ള ശബ്ദങ്ങളെ കുറിച്ചുള്ള ശബ്ദജാലങ്ങളെ വിശേഷം ശബ്ദഖണ്ഡം പറയും.
ഇപ്പൊ തൽക്കാലം എന്തായി, നിങ്ങൾ അക്ഷരക്രമം അത് എങ്ങനെ ഈ ദേവത ഉണ്ടാക്കി, ഈ ദേവത ഉണ്ടാക്കിയിട്ടുള്ള ഈ വസ്തു എങ്ങനെ മനുഷ്യന്റെ ശരീരത്തിലെത്തി, മനുഷ്യന്റെ ശരീരത്തിൽ ഏത് അവയവത്തിനായി ഇത് പുറപ്പെട്ടിട്ട് ഇന്ന ദിക്കിലെത്തി, ഇന്നെന്ന അവയവങ്ങളിലേക്ക് കൂടെയാണ് ഇന്നെന്ന വർണ്ണങ്ങള്. ഇപ്പൊ വരാം. എന്റെ കമ്പ്യൂട്ടർ പണിമുടക്കി, കേൾക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഈ സ്വരങ്ങള് അതുപോലെ ജീവനായിട്ടുള്ള ഈ സ്വരങ്ങള്, അതുപോലെ തന്നെ ശരീരമായിട്ടുള്ള വ്യഞ്ജനങ്ങള്, ഇത് ഏതൊക്കെ ദിക്കുന്ന് എങ്ങനെയൊക്കെ തട്ടിയിട്ട് ഇത് പുറപ്പെടുന്നത്, ആ വർണ്ണങ്ങളാണ് അകൂഹ വിസർജനീയാനാം കണ്ഠ, ഇചുയശാനാം താലു, ഋടുരക്ഷാണാം മൂർധ, ഋതുലസാനാം ദന്ത, ഉപൂപധുമാനീയാനാം ഓഷ്ടവും. അപ്പൊ ബാക്കിയോ? അപ്പൊ നാസികയുടെ പോയി ഞമഗണനാനാം നാസികാച്ച, ഞമഗണനാനാം ഞാമാങ്ങാണാന, അത് നാസികയിലും കൂടിയുണ്ട്. ആദ്യം പറഞ്ഞ വർഗാക്ഷരമുണ്ട്, വർഗാക്ഷരത്തിന്റെ ആ കണ്ഠസ്ഥാനമുണ്ട്. ഇപ്പൊ ങ എന്ന് പറയുന്നത് എന്താണ്? കണ്ഠം പ്ലസ് നാസിക, കണ്ഠം പ്ലസ് നാസികയാണ് ങ എന്ന് പറയുന്നത്. അതുപോലെ അല്ലെ, താലവ്യം പ്ലസ് നാസിക. അതുപോലെ ഋതുരക്ഷാണ മൂർധ എന്തായി എന്ന് പറയുന്നത് എന്താണ്? മൂർധ പ്ലസ് നാസിക. അപ്പൊ ഓരോ വർണ്ണത്തിന് എന്തുണ്ട്? ഓരോ സ്ഥാനങ്ങള്. ആ സ്ഥാനത്തില് എന്ത് ചെയ്യണം? നാവ് പോയിട്ട്, അല്ലെങ്കിൽ ആ വായു, ഈ വിശുദ്ധിയിൽ നിന്ന് വരുന്ന ഈ ഉദാഹരണം എന്ന് പറയുന്ന വായു എന്ത് ചെയ്യണം? അടുത്തേക്ക് പോയി തട്ടിയാലേ എന്താവുള്ളൂ? ആ വർണ്ണങ്ങൾ പുറപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ അത് വൃത്തിയായിട്ട് തട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായി? നമ്മൾ പശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്തായി? സകൃത്ത് ഉള്ളത് ശകൃത്തായി പോകും. സകൃത്ത് ഉള്ളത് നല്ലത് എന്താവും? ശകൃത്ത് പറഞ്ഞാൽ വൃത്തിയായിട്ടത് അർത്ഥമാണ്, സകൃത്ത് നല്ലതെന്ന് അർത്ഥമാണ്. പിന്നെയോ പലരും പലതരത്തിൽ എന്താണ് നമ്മളിപ്പോ ന്യൂസിലും വായിക്കുന്ന കേൾക്കുന്നില്ലേ? വിദ്യാർത്ഥി എന്നാ പറയാം. ഒന്നിക്കിലോൻ വിദ്യാർത്ഥി എന്ന് പറയും, ഇല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന് പറയും. രണ്ട് വിദ്യാർത്ഥി എന്ന് മര്യാദക്ക് പുറപ്പെടൂല അദ്ദേഹത്തിന്. അപ്പോ അങ്ങനെ നമ്മൾ പല ന്യൂസിലും പലതരം നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ അക്ഷരം സ്ഫുടമായിട്ട് ഉച്ചരിക്കാൻ ഉള്ള എന്തില്ല, ആ ഉച്ചരിക്കാനുള്ള നോളജോ അല്ലെങ്കിൽ ആ ഉച്ചരിക്കാനുള്ള ശ്രമമോ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നില്ല, കുട്ടികളെ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ വലിയ പരാജയം. ആ പരാജയം ഒഴിവാക്കാനാണ് ഈ അക്ഷരപൂജ. ഈ അക്ഷരത്തിനെ കൊണ്ട് ഇത്രയൊക്കെ മാഹാത്മ്യമുണ്ട്, ഈ അക്ഷരങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അക്ഷരം എന്ന് പറയുന്നത് എന്താണ്? നിത്യമായിട്ടുള്ള വസ്തുവാണ്. അതിങ്ങനെയൊക്കെ പുറപ്പെടണം. ഇങ്ങനെയൊക്കെ പുറപ്പെടണം എന്താ വേണ്ടേ? ആദ്യം വിചാരിക്കേണ്ട ദൈവം വിചാരിക്കണ്ട, നമ്മളല്ല വിചാരിക്കണ്ട. ഇന്നെ ഈ നാഭിയിൽ നിന്ന് ഹൃദയത്തിൽ വന്ന് കണ്ഠത്തിലേക്ക് എത്തുന്ന ഈ ശബ്ദജാലത്തിന് ഇന്നെന്ന സ്ഥാനത്ത് എന്ത് ചെയ്യണം? അത് ഓട്ടോമാറ്റിക്കലായിട്ട് തട്ടിയിട്ട് വന്നു എന്ന് വിചാരിക്കാം. ഇല്ലേ? അങ്ങനെ മഹാഭാഗ്യവാന്മാരുണ്ട്. പറഞ്ഞു കൊടുക്കാൻ തന്നെ എന്തുണ്ട്? അക്ഷരങ്ങളെല്ലാം വൃത്തിയായിട്ട് വേഗം സംസാരിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ? ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലാവുന്നു. ചില കുഞ്ഞുങ്ങളെന്താണ്? കുരുതേ ഗിരം ചിരാ, കാലക്രമേണ എന്താവും? അവർക്ക് എന്താ വാക്കുകൾ വരും. ഇല്ലേ? അവാക്വീന്താവ ശുഭേക്ഷിതശ്ചേത് കുരുതേ. ജ്യോതിഷത്തിൽ യോഗം തന്നെ ഉണ്ട്. കുരുതേ ഗിരം ചിരാത്, കാലാന്തരത്തിൽ എന്ത് വരും? യോഗം കൃത്യമായിട്ട് വരും. കുറച്ചൊക്കെ ചില കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ വൈകും. അപ്പൊ ഈ സംസാരിക്കാൻ വൈകല് അക്ഷരത്തിന് സ്ഫുടത മതിയാവാണ്ട് വരുക. അതുപോലെ തന്നെ ഈ വർത്തമാനം പറയുമ്പോ സ്ഖലിതം വരുക. സ്ഖലിതം വരുക അർത്ഥം കുഞ്ഞ്, നമ്മൾ കുഞ്ഞ് എന്നും പലതും പറയും.
ചില ആ പറയുമ്പം പണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഇതില്ലേ കകകംസൻ കൃഷ്ണൻ പൂതല എന്ന കഥയിൽ നിന്നൊരു പാട്ട് മുമ്പുണ്ട്. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ അങ്ങനെ ഒരു കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വലിയൊരു ഇത് തന്നെയുണ്ടത്. അപ്പൊ ഒരാളെ പരിഹസിക്കുന്നതാണ്. അപ്പൊ അതിൽ അംഗവൈകി ഇപ്പൊ അങ്ങനത്തെ കവിതയൊക്കെ എഴുതിയെങ്കിൽ നമുക്ക് തല്ല് കിട്ടും. അങ്ങനെ എഴുതാൻ വകുപ്പില്ല. എന്നുവെച്ചാൽ എഴുതിയെങ്കിൽ ചിലപ്പോ പോലീസ് പിടിച്ചു കൊണ്ടുപോകും നമ്മളാ. എന്നുവെച്ചാല് അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനൊന്നും ദിവ്യാംഗൻ തന്നെ ഇപ്പൊ ദിവ്യാംഗം എന്നാണ് പറയണത്. അംഗവൈകല്യം തന്നെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് പുതിയ നിയമത്തില്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഒരാളുടെ വൈകല്യത്തെ വെച്ച് നിങ്ങൾ പരിഹസിക്കാനോ കവിത എഴുതാനോ അല്ലെങ്കിൽ ഇത് പറയാനോ പണ്ട് കുഞ്ഞനമ്പ്യാരുടെ കാലത്ത് അത്ര പ്രശ്നം ഉണ്ടായില്ല. അതുകൊണ്ട് അയാൾ എഴുതാന്നല്ലോ. അപ്പൊ അതില് ഈ ഒരു വരി പറയാം, ബാക്കിയുള്ള വരികൾ ഞാൻ പറഞ്ഞത് നിങ്ങളാണ് പിടിച്ചത്, എന്നെ പിടിച്ചോണ്ട്. അപ്പൊ അതില് ഈ വിക്കുള്ളവരെ പരിഹസിച്ചതാണ് കകകംസൻ കൃഷ്ണൻ പൂതല എന്ന. അതുപോലെ അങ്ങനെയുള്ളവർക്ക് ഇത് ഇങ്ങനെ വരാണ്ടിരിക്കാനുള്ള വിദ്യകള്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ അക്ഷരം എന്ന് പറയുന്ന സാധനം സൃഷ്ടിക്കുന്ന കാലത്ത് എന്നുണ്ട് ഇത് നന്നായിട്ട് പുറപ്പെട്ടിരിക്കണം. ഇത് പറഞ്ഞിരുന്നില്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം നടക്കൂലല്ലോ. അക്ഷരം ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, ഇത് വൃത്തിയായിട്ട് പുറപ്പെടണം. ഇത് വൃത്തിയായിട്ട് പുറപ്പെട്ടില്ലെങ്കിൽ എന്താവും, അർത്ഥം തന്നെ മാറിപ്പോകും. അപ്പോ ഈ സ്വരം തെറ്റിയാൽ തന്നെ ഇന്ദ്രശത്രു വർദ്ധസ്വ, ഇന്ദ്രശത്രു അങ്ങനെയുണ്ട്. ഇന്ദ്രന്റെ ശത്രുക്കളെ വർദ്ധിക്കട്ടെ എന്ന് അറിയാൻ പ്രാർത്ഥിച്ചു എന്നർത്ഥം. അപ്പൊ ഇന്ദ്രന് ശത്രുക്കൾ വർദ്ധിച്ചു പോട്ടെ എന്ന് പറയുന്ന അതില് അങ്ങനെ ഒരു ഇതന്നെ ഉണ്ടത്രേ. അപ്പോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എന്ത് വരുന്നുണ്ട്. ഈ ഒരു മിനിറ്റ് കമ്പ്യൂട്ടറിനെ നേരെയാക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടറിന്റെ പ്രാണൻ തകരാതെ. മ്യൂട്ടാണ്. വർണ്ണമാല, വർണ്ണക്രമം, അതുപോലെ തന്നെ സൂത്രക്രമം, വർഗക്രമം, ഇത്തരം ക്രമങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങള്, അകാരാദി സ്വരങ്ങള്, വ്യഞ്ജനങ്ങള്, ഇതിനെ യാറാലാവ ബാക്കിയുള്ള ചില്ലക്ഷരങ്ങള്, ഇത്തരത്തിലുള്ള അക്ഷരങ്ങളെ കുറിച്ച് എന്ത് വേണം, നമുക്ക് നല്ലൊരു ബോധം വേണം. ആ ബോധം മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് അറിവും വേണം. അത് ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അറിയണം. അപ്പൊ ഇനി എ ഐ ഒ ഔ ഇവർക്ക് അവരുണ്ടല്ലോ അങ്ങനെ കുറച്ച് ആൾക്കാർ ബാക്കിയില്ലേ, എ ഒ ഐ ഔ. അപ്പൊ ഏകാരം എന്ന് പറയുന്നത് അകാരവും വികാരവും കൂടിയിട്ടാണ്. അഗൂഹ വിസർജനീയാനാം കണ്ഠ, ഈ എന്ന് പറയുന്നത് താൽവാണല്ലോ. അകാരം വികാരം കൂടി ഏതാണല്ലോ. അപ്പൊ ഇവര് കണ്ഠതാലു. അപ്പോ ഈ ഓ കണ്ഠോഷ്ഠം, വാ എടുത്തു വരുന്നു ദന്തോഷ്ഠം. പിന്നെയോ ഇനി രണ്ട് തരത്തിലുള്ള വർണ്ണങ്ങളുണ്ട്. വിസർഗത്തിന് പരത്തിലുള്ള കകാരം, രാമഃ കരോതി, രാമഃ കരോതി എന്ന് ഉച്ചരിക്കണം. രാമഃ കരോതി എന്ന് ഉച്ചരിക്കണം. രാമഃ പജതി, വിസർഗത്തിന് പരത്തിലുള്ള പകാരം. വിസർഗത്തിന് ശേഷമുള്ള പകാരത്തിന് ഉപധ്മാനീയം എന്ന് പറയും. മറ്റേ വിസർഗത്തിന് പരത്തിലുള്ള കകാരത്തിന് ജിഹ്വാമൂലി എന്ന് പറയും. ജിഹ്വേന്റെ മൂലം രാമഃ കരോതിക്കോ ജിഹ്വേന്റെ മൂലത്ത് നിന്ന് വരുന്നത് രാമഃ കരോതി. അതുപോലെ ഉപധ്മാനീയം,
രാമ പചതി, രാമഹ പചതി, വിസർഗത്തിന്റെ പരത്തിലുള്ള പകാരം, വിസർഗത്തിന്റെ പരത്തിലുള്ള കകാരം. അത് ഒന്നിന് ജിഹ്വാമൂലി എന്ന് പറയും, മറ്റേന് ഉപധ്മാനി എന്ന് പറയും. ജിഹ്വാമൂലിയം വിസർഗത്തിന്റെ പരത്തിലുള്ള കകാരം, വിസർഗത്തിന്റെ പരത്തിലുള്ള പകാരത്തിന് ഉപധ്മാനി എന്ന് പറയും. അപ്പോ ജിഹ്വാമൂലിയം ഉപധ്മാനിയം അനുസ്വാരം എന്ന് വെച്ചു. അനുസ്വാരം നാസിക തന്നെ. രാമം, കൃഷ്ണം, ഗോവിന്ദം, എഴുതുന്നത് അത് അനുസ്വാരം ആയിട്ട് വരും. ഇനി ഈ വർണ്ണങ്ങൾക്കെല്ലാം എന്തുണ്ട്? ധാരാളം പ്രയത്നങ്ങളുണ്ട്. വർണ്ണങ്ങൾക്കെല്ലാം എന്തുണ്ട്? പ്രയത്നങ്ങളുണ്ട്. ഇതൊന്നും പ്രയത്നമില്ലാണ്ട് വരുന്നതല്ല, എല്ലായിട്ടും എന്തുണ്ട്? പ്രയത്നം. അപ്പോ ഒന്ന് ചിലത് ആഭ്യന്തര പ്രയത്നം, പിന്നെയോ ബാഹ്യപ്രയത്നം. രണ്ട് തരത്തിലുള്ള പ്രയത്നങ്ങൾ. ഞാൻ ഇതുവരെ വർണ്ണം പറഞ്ഞു, വർണ്ണത്തിന്റെ ജീവന്റെയും ശരീരമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വർണ്ണത്തിന്റെ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ വർണ്ണം എങ്ങനെയാന്ന് ഉച്ചരിക്കേണ്ടത്, എവിടുന്നൊക്കെ ഇത് പുറപ്പെടുന്നു പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ, മര്യാദക്ക് പുറപ്പെടുന്നതിനെ കുറിച്ച് എന്ത് വേണം? കുറച്ച് ദൈവാധീനം വേണം. ബാക്കി ദൈവാധീനം നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കാം, ഇല്ലേ? ആ ബാല്യകാലത്ത് വയസ്ഥ എന്ന് പറയുന്ന വയമ്പ്, നല്ല ഒച്ച ശബ്ദം നന്നാവാൻ വളരെ വിശേഷമാണ്. അത് തയ്ച്ചിട്ട് സ്വർണം വയമ്പിന്റെ നടുവിലേക്കൂടെ സ്വർണത്തിന്റെ ഇതിടും. കമ്പിയുടെ എന്ത് ചെയ്യും? നല്ലോണം ചാണയമ തയ്ച്ചിട്ട് ഈ തയ്ച്ച വസ്തു ധാരണാ സരസ് ജപിച്ചിട്ട് സാളഗ്രാമ തീർത്ഥത്തോട് കൂടിയിട്ട് കുഞ്ഞിക്ക് കൊടുക്കണം. എന്നാ കുഞ്ഞിക്ക് നല്ല ബുദ്ധിയും വരും, ശബ്ദവും നന്നാവുന്നതാണ് പണ്ടേ പറയൽ. അതില് ഈ വയമ്പ് എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. അതില് വയമ്പ് കൊടുക്കല് കൊണ്ട് കുഞ്ഞക്ക് അങ്ങനെയുണ്ട്. അതൊരു ഒരു 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 വൈദികത്തിന്റെ ചെറിയൊരു ഭാഗത്തോടുകൂടി ഓർത്തൊന്നും വേണ്ട, വയമ്പ് കൊടുക്കലുണ്ട്, ക്രിയ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ സ്വർണവും വയമ്പും കൂടി എന്ത് ചെയ്യണം? തയ്ച്ചിട്ട് ചെറിയ എന്താണ് ജനിച്ച കാലത്ത് മുതൽ എന്ത് ചെയ്യണം? ഈ വയമ്പും സ്വർണം എന്ന് പറയുന്നത് ദഹിക്കാത്ത വസ്തുക്കെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, പരമ്പരയിൽ കണ്ടുവരുന്നുണ്ട്, നമുക്ക് അത്രേ അറിയുള്ളൂ. സ്വർണം എന്താവില്ല, അത് വെറുതെ കൊടുക്കാന്ന് മാത്രമേ ഇല്ലൂ. സ്വർണം ദഹിക്കൊന്നുമില്ല. അത് ശാസ്ത്രീയമല്ല, അന്നത്തെ കാലത്ത് അങ്ങനെ. എന്താ നമുക്ക് അതൊരു വിശിഷ്ടമായിട്ട് വസ്തു ആണല്ലോ. ഏതെങ്കിലും ചെറിയൊരു അംശങ്ങളും ശരീരത്തിൽ പെട്ടോട്ടെ ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കാം മേബി. ഈ വയമ്പിന്റെ വയമ്പിന്റെ ഒരു ദണ്ഡത്തിന്റെ ഉള്ളിൽ കൂടി സ്വർണത്തിന്റെ നൂലുണ്ടാക്കി എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ കൂടി കയറ്റും. ചാണന്റെ മേല് നല്ല വൃത്തിയായിട്ട് ഈ വയമ്പ് ഉരക്കും. അപ്പൊ സ്വർണം കൊണ്ട് തഴയല്ലോ. ആ തഴഞ്ഞിട്ടുള്ള ഈ വസ്തു എന്താണെന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം? കുട്ടിയുടെ നാവിന്റെ മേലെ തേച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ കുടിക്കാത്തത് മുല കുടിക്കുന്ന കുട്ടിയുടെ സ്ഥലത്തിന് തേച്ചിട്ട് കൊടുത്താലും മതി, പോയിക്കോളും, ഉള്ളിലേക്ക് പോയിക്കോളും. അങ്ങനെ ഈ വയമ്പ് എന്ന വളരെ വിശേഷം. വയസ്ഥ, അതിന് രണ്ടും ഉണ്ട്. അതിന്റെ പേരെന്നെ എങ്ങനെയാണല്ലോ, വയസ്ഥ. യൗവനം നിലനിൽക്കും, ശബ്ദത്തിന്റെ യൗവനം നിലനിൽക്കുന്ന പറയുന്നത്. അതായത് ക്ഷമാപുരി ശ്രീനിവാസയ്യരെ പോലെ 90 വയസ്സായാലും പാടുന്നതിന് യാതൊരു കുഴപ്പമില്ല, അല്ലേ? നല്ല വൃത്തിയായിട്ട് പാടിക്കൊണ്ടായില്ല അദ്ദേഹം. 90 വയസ്സുവരെ ശബ്ദത്തിന് പല്ലെല്ലാം പോയിരിക്കുന്നു. എന്നാലും രാമനെന്ന പ്രോഗ്രാമിൽ പാട്ടിലായാലും ഏത് പല്ലലില്ലാത്ത കാലത്ത് വൃത്തിയായിട്ട് പാടുന്നുണ്ടായിരുന്നു. എല്ലാ പല്ലും പോയിരിക്കുന്നത്. എന്നാലും ദന്ത്യവും ഓഷ്ടവും ഒന്നും അയാൾക്ക് ബാധകമായില്ല. അങ്ങനെ വൃത്തിയായിട്ട് പാടുന്നവരുണ്ടായിരുന്നു ബേബി. അപ്പോ എന്താ വെച്ചാല് അത് ഏതോ ഒരു ഔഷധത്തിന്റെയോ അല്ലെങ്കിൽ ഏതോ ഒരു ഉപാസനന്റെയോ അല്ലെങ്കിൽ ഏതോ ഒരു ദൈവത്തിന്റെ ശക്തിയുടെ മേലെയാണ് എന്ത് നിൽക്കുന്നത്? നമ്മൾ ഈ വർണ്ണപ്രപഞ്ചം, നിത്യമായിട്ടുള്ള വർണ്ണപ്രപഞ്ചം എല്ലാ കാലം നിൽക്കുന്നത്. ഈ വാക്കെന്തായി പോകും? കുറച്ചു കാലം കഴിഞ്ഞാല് കായേ സീതതി കണ്ഠയിച്ചവരുടെ കണ്ഠേക വാണിയതരെ, കണ്ഠത്തിൽ നിന്ന് എന്തായി പോകും? വാണി എന്തായി പോകും? പറഞ്ഞാൽ എന്തായി പോലെ അവസാനം പക്ഷേ നാവ് വഴങ്ങാണ്ടായി കേട്ടില്ലേ? അങ്ങനെ വരും. കുറച്ചു കാലം കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ അതും പ്രതീക്ഷിക്കേണ്ടതാണ്. അതില്ലാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? അത്രയധികം ഈ അക്ഷര ബ്രഹ്മ ഉപാസന, അക്ഷരത്തിന്റെ മേലെ നമ്മൾ അത്ര എന്ത് വേണം? ഭക്തി ഇല്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ സംഭവിക്കും. ഈ വാക്ക് കുഴഞ്ഞു പോവാ. പറയുന്നത് എന്താ വേണ്ട? ഇതിന് പിന്നെ വേറൊരു കാര്യം പറയുന്നില്ല. അർത്തിതം എന്ന് പറയുന്ന ഒരു വ്യാധി. ചില ഈ മുഖം ലേശം എന്താ വെച്ചാൽ നമ്മുടെ ഈ ചുണ്ടിന്റെ ഈ ഭാഗം ലേശം ഇങ്ങോട്ട് ഇതെല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതല്ലേ? കണ്ഠം, നാവ്, തട്ടന്റെ സ്ഥലം, പല്ല്, ഇതെല്ലാം കൃത്യമായിട്ട് വെച്ചതാണ്. ചെറിയ ഒരു മില്ലിമീറ്ററിന്റെ ഏതോ ചെറിയൊരു അംശം വ്യത്യാസം വന്നതിന് എന്താവും? എല്ലാം ചെറപറാന്ന് കുഴയും. അപ്പോ അർദ്ധ എന്ന് പറയുന്നത് എന്താണ്? ഒരു മുഖത്തിന്റെ ഒരു ഭാഗം തിരിഞ്ഞു പോലാണ്. അങ്ങനെ വന്നാൽ എന്തായി? കുറെ നോക്കുമ്പോൾ പോകില്ല. ആ മുഖം തിരിച്ച് വർത്താനം പറയുന്നത് കേട്ടില്ലേ? അപ്പോ അത്തരത്തിലായിപ്പോ അതെന്താണ്? അത് വൈകല്യം കൊണ്ട് വാദാദികളെ കൊണ്ടുവരുന്ന വിഷമങ്ങളാണ്. പിന്നെ ഈ അക്ഷരങ്ങളെ പുറപ്പെടുന്ന ഈ മൂർധാവിലുള്ള നമ്മള് ഗാഥന വിശ്വാമിത്ര ഋഷി, അനുഷ്ഠിച്ച ഋഷികള് നിൽക്കുന്നുണ്ടല്ലോ ഈ ഇടുന്നാവിലെ പുറപ്പെടുന്നത്. ഈ അക്ഷരം എന്ന് പറയുന്ന സാധനത്തിന്റെ
സൂക്ഷിക്കുന്നത് നമ്മുടെ കുടുംബേന്റെ മേലെയാണ്. അതാലോചിക്കണം. അഗ്നി അല്ലെ ശിഖയുടെ മേലെ നിൽക്കുന്നില്ലേ? ഓ അത് ശരി. ശിഖ എന്ന് പറയുന്നത് എന്താ? നമ്മള് ജന്മനാ എന്താണ്? അഗ്നി മുഖാദിന്ദ്രസ് അഗ്നിസ്റ്റ ബ്രാഹ്മണോസ് മുഖമാസി. ഈ പ്രജാപതിയുടെ മുഖത്തു നിന്നുണ്ടായവരാണ് ഇന്ദ്രൻ, അഗ്നി, ബ്രാഹ്മണനൊക്കെ എഴുതുന്നുണ്ടായിരുന്ന പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ടല്ലോ, മുഖാദിന്ദ്രസ് അഗ്നിസ്റ്റ പ്രാണാത് വായുരജായത അല്ലെ. അപ്പൊ നമ്മൾ എഴുതുന്നുണ്ടായവരാണ് അഗ്നിനെ പോലെ തന്നെ നമ്മൾ ഭഗവാൻ. അപ്പോ ഈ അഗ്നിക്ക് എന്തുണ്ട്? അഗ്നി ജ്വലിച്ച് ശിഖയാണല്ലോ. അതുപോലെ ശിഖ നമുക്കുണ്ട്. ആ ശിഖ, ഒന്നാമത്തെ ശിഖ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് മേലോട്ടിടാം. അതാണ് ബ്രഹ്മശിഖ. ദേവശിഖ നമ്മൾ ഇവിടെ നെടുക്കല്ല ദേവശിഖ, അത് കെട്ടി. കുറച്ചുകൂടി കൊണ്ടെന്തായി? മാനവിക ശിഖ. കുറച്ചുകൂടി താഴോട്ട് എന്തായി? കഷണ്ടി എന്നെ പോലെ വല്ലാണ്ട് കഷണ്ടി കയറിയ പിന്നെ മാനുഷത്തേക്ക് മാറേണ്ടി വരും. ഞാൻ ആദ്യ ശിഖ വെച്ചോണ്ടായി, ഇപ്പൊ മാനുഷം പയ്യപ്പുറത്തേക്കാക്കി മാറ്റി. കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായി? ആസുര ശിഖ എന്ന് പറയും. കുറച്ചുകൂടി താഴോട്ട് പോയാൽ എന്തായി? പൈശാച ശിഖ എന്ന് പറയും. അപ്പൊ 5 ശിഖകളാണുള്ളത്. 5 ശിഖകളില് ബ്രാഹ്മണന് വിഹിതമായിട്ടുള്ള ശിഖ ഏതാണ്? ബ്രാഹ്മം, ദൈവം, മാനുഷം. ഈ 3 ശിഖകളായിരിക്കും വെക്കാം ബ്രാഹ്മണന്. പിന്നെ ആസുരം, പൈശാചികം എന്നെല്ലാം പറയുന്നത് ബാക്കിയുള്ള വർണ്ണങ്ങളുണ്ട്. വർണ്ണത്രയം വരെ എന്ത് വേണം? ശിഖ വേണം. അപ്പോ ആ ശിഖയില് അവർക്ക് ആ ശിഖകൾ വെക്കാം. അപ്പോ നമ്മൾ ഈ ശിഖ എന്ന് പറയുന്നത് ഭൂമിയിൽ ദേവന്മാരുള്ള സങ്കല്പം. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ദേവശിഖ വെക്കാം. അതുപോലെ തന്നെ ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണ അതല്ല, നമ്മുടെ ബ്രഹ്മാവിന്റെ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ബ്രാഹ്മണശിഖ, അതാ ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഇടുന്നതാണ് ബ്രാഹ്മശിഖ. അങ്ങനെ ശിഖ വെച്ചവരുണ്ടായില്ല. നമ്മുടെ നാട് മഴയപ്പുറം ശങ്കരന്റെ കൊടുത്ത ആളുണ്ടായി. അദ്ദേഹം ഈ ശിഖ വെച്ചോണ്ടായി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇടുന്ന ശിഖ. മറ്റു ഞാൻ ഈ ഏടി കണ്ടില്ല. ഈ ഇങ്ങനെ ശിഖ വെച്ചവരെ കണ്ടില്ല. പിന്നെ ഈ ശിഖ ഉണ്ടല്ലോ നടുക്ക്, അത് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ചവളെല്ലാം കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചില കുഞ്ഞൊക്കെ ഉപനയത്തിന്റെ ഒരു ദിവസം ശിഖ വെച്ച് നല്ല വൃത്തിയായിട്ട് നല്ല കെട്ടി തൂക്കിയതുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ക്രോപ്പായിട്ട് മാറ്റും. ഇപ്പം ശിഖ വെച്ച ഒരാളെ കണ്ടാൽ നമ്മൾ പരിഹസിക്കും. നമ്മളെ പരിഹസിക്കേണ്ടത് ശരിക്കും ശിഖ വെച്ചവരെ, ശിഖ എന്ന് പറയുന്ന സാധനം ഉള്ളവരെ നമ്മളെ പരിഹസിക്കേണ്ടത്. നമുക്ക് ശിഖയില്ല. ഇപ്പൊ എന്തായി? നേരെ മറിച്ചായി. ശിഖയുള്ളവർ നമ്മൾ പരിഹസിക്കലായി. അപ്പൊ അത്തരത്തിലായി കാലം നിർത്തുന്നത്. ശിഖ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയണ്ടേ? അതിനിപ്പോ ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ ഇത്രയധികം 5 ശിഖകളില് ദേവശിഖ ആയാലും ആസുരശിഖ ആയാലും ആ ജ്വലിക്കുന്ന അഗ്നിയെ സ്വാംശീകരിച്ചിട്ടാണ് എന്ത് നിൽക്കുന്നത്? ആ തേജസ്സിന്റെ മേലെയാണ്. ആ തേജസ്സിന്റെ മേലെയാണ് ഏത് നിൽക്കുന്നത്? വേദം, വാക്ക്, ഇതൊക്കെ നിൽക്കുന്നത്. ആ തേജസ് ഏടുന്ന്? ബ്രഹ്മരന്ധ്രത്ത് നിൽക്കുന്നത്. ആ ബ്രഹ്മരന്ധ്രത്തിനാണല്ലോ വാസസ്ഥാനം, സുഷുമ്ന നാഡി, ആജ്ഞാചക്രം, അത് കഴിഞ്ഞാൽ സഹസ്രാരപത്നം, അതുപോലെ ആജ്ഞ എന്താക്കി അതങ്ങനെ ആണല്ലോ വിശുദ്ധിയിലേക്ക് എത്തുന്നത്. ഈ മേലെയുള്ള സഹസ്രാരപത്നം, ആജ്ഞ, അത് കഴിഞ്ഞാൽ വിശുദ്ധിയിലേക്ക് എത്തുന്നത്. ഈ വിശുദ്ധി എന്ന് പറയുന്ന ചക്രത്തിന്റെ മേലെ എന്താവുന്നത്? ആടെ എത്തുമ്പോഴേ ഈ അക്ഷരം എന്തായാലും അക്ഷരത്തിൽ പുറപ്പെടുന്നുള്ളൂ. അതുവരെ ഒറ്റ ഈ ഓങ്കാരം വരെ ഒറ്റ മൂളിച്ച മാത്രമേ ഉള്ളൂ. ഈ ഭ്രമരത്തിന്റെ ശബ്ദം, അതായത് വണ്ടിന്റെ ശബ്ദം പോലുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ. ഈ ശബ്ദം എന്തായിട്ട് മാറുന്നത്? ആന്നും ഈന്നും ഊന്നെല്ലാം മാറി പിന്നെ ജീവനുള്ള കാക്കാക്കേന്ദ്രം മാറുന്നതെങ്കിൽ ആദ്യം ഈ വണ്ടലം മൂളുന്ന ഈ കടന്നല്ല ഒറ്റ സാധനമാണ്. ഒറ്റ മൂളലേ ഉണ്ടായിട്ടു. ആ മൂളലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിന് ഈ സംഗീതക്കാരൊക്കെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. സപ്തസ്വരങ്ങളാണ് അവര് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഓങ്കാരത്തിനാന്നുണ്ട് പല തരത്തിലുള്ള ഇനി ഇതെന്തുണ്ട്? ഇതിനൊക്കെ പിന്നെ കുറച്ച് ഭാവന ഇതെല്ലാം കൂടി എന്ത് വേണം ചെയ്യാം. സത്യത്തില് നമ്മൾ ജീവിക്കുന്നതിനെ കൊണ്ടാണ്, ഈ അക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അകാരം, വികാരം, മുകാരം, ഓങ്കാരം ഒരു അനുസ്വാരത്തോട് കൂടിയിട്ട് എന്തായി? ഓങ്കാരം എന്ന് പറയുന്ന എല്ലാ സ്വരങ്ങളുടെയും എല്ലാ ജീവന്റെയും എന്താണ്? സമുദായ രൂപം. അതാണ് ഓങ്കാരത്തിന് ഇത്ര വിശേഷം. ഓം തന്നെ തുടങ്ങുന്നു, അവസാനിപ്പിക്കുന്നു. ഓങ്കാര ശബ്ദസ് ദ്വാവേദോ ബ്രഹ്മണപുര കണ്ഠം വിദ്വാവിനരിയാതോ നേരെ മാംഗളികാവുഭവം. അതെന്താണ്? അതിന് മാംഗളികത്വം ഉണ്ടെന്നാ പറയുന്നത്. ഇറ്റ്സ് എ മാംഗളിക് വേർഡ്. ഓങ്കാരത്തിന് അത്രയധികം വിശേഷമുണ്ട്. എന്തുകൊണ്ട്? ഈ ലോകത്തിന് മുഴുവൻ സംഗ്രഹിക്കുന്ന അകാരം, ഉകാരം നടുക്ക് സരസ്വതി പോലെ ഇകാരമാണ് മുങ്ങി എന്തിനെന്തായി? അനുസ്വാരം വരെ പോയി ഓങ്കാരമായി മാറി. പിന്നെ ഈ ആയാന്നല്ല ആ ഈ ഊ എ ഐ ഓ ഔ ഈ വർണ്ണങ്ങളെല്ലാം ഉണ്ടാകുന്നതിനെ കൊണ്ടാണ് അകാരവും വികാരവും ഉകാരത്തിനുണ്ടായി മുഴുവൻ ഉണ്ടാവുന്നത്. പിന്നെ അനുസ്വാരം മാത്രമേ ബാക്കിയുള്ളൂ. ഈ അനുസ്വാരത്തെയും കൂടി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മള് ജീവനുള്ളതെല്ലാം കൂടിയിട്ട്. അതാണ് ജീവനുള്ളതെല്ലാം കൂടിയിട്ട് ഓങ്കാരാക്കി. ആ ഓങ്കാരം കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്? നമ്മളെ ആ ഓങ്കാരം നമ്മൾ ആദ്യം കേൾക്കുന്നത്. അതായത് നമ്മൾ ചെവിയിൽ ആദ്യം പ്രണവമാണ് ഉപദേശിക്കുന്നത്. അപ്പോ പ്രണവം ഈടുള്ള പ്രണവത്തിനെ എന്താക്കുന്നത്? നമ്മളെ ആചാര്യൻ നമ്മൾ കേൾപ്പിക്കുന്നത്.
ആ കേൾപ്പിച്ച പ്രഭാവം ആടെത്തും എന്താണ്? ഓഹോ, എന്റെ അമ്മ ഇതുണ്ടായതിൽ ഓർമ്മ, അതായത് ജന്മവാസന കൊണ്ട് ഇതുണ്ട് എന്നുള്ള ഓർമ്മ വരുത്തിപ്പിടിക്കാൻ എന്തായി, അത് വേഗം വേഗം എന്താവും, പുറപ്പെടും. അങ്ങനെ പുറപ്പെട്ടാല് ഈ പറയുന്നതല്ല. പിന്നെ പിന്നെ ബുദ്ധി വർദ്ധിക്കേണ്ടതാണ്. ഭൂസ്തത് സവിതുർവരേണ്യം ഭോ ഭർഗോ ദേവസ്യ ധീമഹി സുവർധിയോ യോന പ്രചോദയാൽ ഭൂസ്തവരേണ്യം ഭോ ഭർഗോ ദേവസ്യ ധീമഹി സുവർധിയോ യോന പ്രചോദയാൽ സുവസ്തവരേണ്യം. ഈ ഭൂർഭൂസ്വ എന്ന് പറഞ്ഞിട്ട് 3 ലോകം, ആ 3 ലോകത്തിൽ എന്തായി, നമുക്കെന്തായി ഈ അക്ഷരത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ഗായത്രി, സാവിത്രം 2. ഞാൻ അത് കാര്യങ്ങൾ പറയുമ്പോൾ അപ്പൊ പറയാം. അപ്പൊ ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയധികം മാഹാത്മ്യം, ഇത്രയധികം ശക്തി, ഇത്രയധികം നമ്മള് എന്താ പറയണ്ടത്, സൂക്ഷിക്കേണ്ട ഒരു സാധനമാണെന്ന് ചറപറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടതും കടിയതും പറയേണ്ടതോ ദുരുപയോഗം ചെയ്യേണ്ടതോ. നമ്മൾ പറയുമ്പോൾ തന്നെ എന്താ പറയുന്നത്, ഷഷ്പ്യായ, അതാണല്ലോ നമ്മൾ ചീത്ത പറയുമ്പോൾ എന്താ പറയുന്നുള്ളൂ, ഷഷ്പ്യൻ, ചപ്പന്നേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ സ്ഥിരത്വത്തിലുള്ള പദാത് ഷഷ്പ്യായ ഭേന്യായ. നമ്മൾ ചീത്ത പറയുമ്പോൾ നല്ലതായിട്ട് പറയുന്നത് അർത്ഥം. അപ്പോ അത്രയധികം എന്തുണ്ട് വിശേഷം, എന്തുണ്ട് ഈ നമ്മളെ വേദത്തിനും അതുപോലെ നമ്മൾ ജീവിക്കുന്നതിനും എന്തുണ്ട് അത്രയധികം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ബാക്കിക്കാർക്ക് എന്തില്ല, അവരിതെന്തോ കേട്ടെന്നോ പറയുന്നേ ഉള്ളൂ. നമുക്കെന്താ അറിയണം, നമ്മൾ ഇത് അറിയുന്നു, നമ്മൾ ഇതന്നെ പറയുന്നു, ഇതിനെ കൊണ്ട് തന്നെ അക്ഷരം കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ എന്തില്ല, ഒന്നുകിൽ കമ്പ്യൂട്ടറിലെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യ, അതിന്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ, അതിന്റെ വൈദികം അല്ലെങ്കിൽ താന്ത്രികം, ഏതാ വെച്ചാല് വിദ്യയും അതിന്റെ സമ്പ്രദായവും കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഉപജീവനം തന്നെ നടക്കുന്നത്. അപ്പോ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മേത അക്ഷരം എന്ന് പറയുന്ന സാധനമാണ്. സരസ്വതി ദേവി, ബ്രഹ്മാവിന്റെ പത്നിയായിട്ടുള്ള സരസ്വതി ദേവി, അത് നമുക്കെന്താണ്, നമുക്ക് നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിലേക്ക് എന്ത് വേണം, ആ സരസ്വതി ദേവി സാമാപാതു സരസ്വതി ഭഗവതി നിശേഷ ജാഡ്യാപഹ, ആ ജഡത എന്നുള്ള അവസ്ഥ മോചിപ്പിക്കണം എന്നർത്ഥം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർബോധമേ സദാ എന്ന് പറയുന്ന ശ്ലോകത്തിന്റെ മുമ്പേ പറയുന്നത് എന്താ, സ്ഫടികമണിമേ അക്ഷമാലാദധാന, സരസ്വതി രൂപം തന്നെ. അക്ഷമാലാദധാന ഹസ്തേനേകേന പത്മം, ഒരു കയ്യിൽ താമര, സിതമഭിശ്രുഖം പുസ്തകം ചാപരേണ, ഒരു തത്ത, ഭാഷാകുന്ദേന്ദു ശംഖ സ്ഫടികമണി ഭാസമാനാസമാന സാ മേ വാഗ്ദേവതേയം, ഇയം വാഗ്ദേവത. ആ വാഗ്ദേവത നമുക്ക് എന്താ ചെയ്യേണ്ടത്, ദിവസത്തു വദനെ, വദനം എന്ന് പറയുന്നത് എന്താ, ഈ ഓഷ്ടം മുതൽ കണ്ഠം വരെയുള്ള ഭാഗം, സർവദാ സുപ്രസന്ന, എപ്പോഴും എന്താവണം, സുപ്രസന്നയായിട്ടുള്ള സരസ്വതി നമ്മുടെ കണ്ഠത്തില് എല്ലാ കാലത്തും എന്നുള്ള ലുഠന്തം, ലുഠനം ചെയ്യണം എന്നർത്ഥം. ആ ലുഠനം ചെയ്താൽ എന്തായി, അങ്ങനെ നമ്മൾ ഈ അക്ഷരങ്ങളാ ഇത്രയധികം സ്ഥാനപ്രയത്നങ്ങള്, വർണ്ണങ്ങള്, ഇങ്ങനെയുള്ള തരത്തിലുള്ള ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിഞ്ഞാല് ഇതിന്റെ പ്രയത്നങ്ങളുണ്ട്. ഈ വർണ്ണങ്ങൾക്ക് എന്തുണ്ട്, ഒരു പ്രയത്നം ഉണ്ടാവില്ല. ആ പ്രയത്നത്തിന്റെ പേര് മാത്രം ഞാനിന്ന് പറയാം. ആ പ്രയത്നത്തിന്റെ പേര് മാത്രം, അതിൽ തന്നെ 3 വിഭാഗമുണ്ട് വേദത്തിലൊക്കെ പറയുന്നത്. ആദ്യം അത് പറയാം. ഉദാത്തം, അനുദാത്തം, സ്വരിതം, 3 ഉണ്ട്. ഉദാത്തം തുറന്ന ലേശം മേലോട്ടെത്തി എന്തായി, ഉദാത്തായി. താഴോട്ടത്തെ അനുദാത്തായി. വേദത്തിൽ സ്വരങ്ങൾ ഉണ്ടാവും, നീളത്തിലുള്ള കുത്ത്, ഇങ്ങനെയുള്ള കുത്ത്. സമാഹാരം, സ്വരിതം. ഉദാത്തം, അനുദാത്തം, സ്വരിതം 3 തരത്തിലാണ് ഈ വർണ്ണത്തിലെ ഇതിനൊക്കെ ഉണ്ടാക്കിയെന്ന് ക്രമീകരിച്ച്. ഇപ്പം വിഷയത്തോർജയത്വമായ വസ്തുവേദന്മാരെ അവര് ആ ചൊല്ലുന്ന രീതിയിൽ എന്താണ്, അതിൽ ഏതാണ് ദീർഘം എന്ന് വെച്ചാൽ എന്താവും, ഉച്ചത്തല്ലേ വരുന്നത്, ഉദാത്തായിട്ട് വരും. ഹ്രസ്വാണെങ്കിലോ അനുദാത്തായിട്ട് വരും. രണ്ടും കൂടിയിട്ടുണ്ട്. വായവസ്ഥോ വായവസ്ഥ, അതെന്തായി അത് സ്വരത്തിൽ വരേണ്ട ചില ഭാഗങ്ങളാണ്. അല്ല, എനിക്ക് ഞാൻ ഈ വേദം ക്രമത്തിൽ പഠിച്ച കുഞ്ഞല്ല, അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അത്രയ്ക്ക് അറിയില്ല. നല്ല വേദജ്ഞന്മാര് ഇദ്ദേഹം പഠിപ്പിക്കില്ലേ, ഋഗ്വേദമൊക്കെ പഠിപ്പിക്കുന്നില്ല, വിരലിന്റെ മേലെ ഫിംഗർ ടിപ്സ് ഉണ്ട് അദ്ദേഹത്തിന്. നമ്മളെ വേദത്തിന്റെ വാദ്യാരില്ലേ ഗോതമ അദ്ദേഹം, അദ്ദേഹത്തെ ഉത്തരത്തിന് അദ്ദേഹം ഈ സ്ഥാനങ്ങളെല്ലാം വിരലിന്റെ മേലെ പ്രത്യേകമാക്കി തരും. അപ്പോ അത്തരത്തില് ഈ വർണ്ണം, അതായത് വേദം എന്ന് പറയുന്നത് അക്ഷരങ്ങളെ ആ തരത്തിൽ എന്ത് ചെയ്യണം, ഉച്ചരിച്ചിട്ട് എന്താവണം, അതിനെ ശരിയാക്കി അഗ്നിവേള പുരോഹിതം എന്ന് വെച്ചാൽ അതങ്ങനെ കൃത്യമായി ചൊല്ലാനും അതിനെ കുറിച്ച് അറിയാനും എന്ത് വേണം, അതിനൊരു ഒരു തലയിൽ നന്നായിട്ട് വേണം. അപ്പോ ഈ പറയുന്നതെല്ലാം എന്താണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേദത്തിന്റെ ഭാഗങ്ങളാണ്. ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറയുന്നതെല്ലാം. അതുപോലെ തന്നെ വർണ്ണം അത് നമുക്ക് ലൗകികത്തിലും വേണമല്ലോ. കണ്ഠത്താണോ, താലൂന്നാണോ, ദന്തത്തിനാണോ, എഴുന്നൊക്കെ പുറപ്പെടുന്ന നമ്മൾ അറിയുമാണ്. ഉദാത്തം, അനുദാത്തം, സ്വരിതം അത് ഇതിലെന്താന്ന് വെച്ചാല് ബാഹ്യ പ്രയത്നത്തിൽപ്പെട്ടതാണ്. ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നുണ്ട്. സ്പൃഷ്ടം, ഈഷസ്പൃഷ്ടം, ഈഷദ്വിവൃതം, വിവൃതം, സമൃതം 5 പ്രയത്നങ്ങളാണ് എന്തെന്ന് ആഭ്യന്തര പ്രയത്നം എന്ന് പറയുന്നത്.
ആഭ്യന്തരം പ്രയത്നം എന്നിട്ട് 5 എണ്ണം, ബാഹ്യ പ്രയത്നം 11 എണ്ണം. വർണ്ണങ്ങൾക്ക് എന്തുണ്ട്? വർണ്ണങ്ങൾക്ക് ആഭ്യന്തര പ്രയത്നം ഉണ്ട്, ബാഹ്യ പ്രയത്നം ഉണ്ട്. ആഭ്യന്തര പ്രയത്നം എത്ര? 5 എണ്ണം. ബാഹ്യ പ്രയത്നം എന്ന് പറയുന്നത് 11 എണ്ണം. അപ്പോ ഈ 11 തലത്തിലുള്ള ബാഹ്യ പ്രയത്നങ്ങളും അതുപോലെ 5 തരത്തിലുള്ള ആഭ്യന്തര പ്രയത്നങ്ങൾ ഏതെല്ലാം വെച്ചാല് സ്പൃഷ്ടം, നമുക്കറിയാം, തുടരണം. സ്പൃഷ്ടം, ഈശസ്പൃഷ്ടം, കുറച്ച് ഈശത് വിവൃതം, ആ എന്നാണ് പറയുന്നത്. വിവൃതം, വിവൃതം, സ്പൃഷ്ടം, ഈശസ്പൃഷ്ടം, വിവൃതം, ഈശത് വിവൃതം, വിവൃതം. പിന്നെയോ ഇതൊന്നല്ലാത്തത് സംവൃതം. സ്പൃഷ്ടം, ഈശസ്പൃഷ്ടം, ഈശത് വിവൃതം, വിവൃതം, സംവൃതം. ഇത്രയും കാര്യങ്ങളിലുണ്ട് 5 പ്രയത്നങ്ങള്, സ്ഥാന പ്രയത്നങ്ങൾ പറയും. ഇതേതൊക്കെ വർണ്ണങ്ങൾക്കാണ് സ്പൃഷ്ടം വരല്, ഈശസ്പൃഷ്ടം വരല്, അതുപോലെ ഈശത് വിവൃതം വരല്, വിവൃതം, സംവൃതം, ഇതൊക്കെ ഏതൊക്കെയാന്ന് പറയാം. ഇതിന്റെ പേരുകൾ ആദ്യം കിട്ടിയ 5 പ്രയത്നങ്ങൾ. 5 പ്രയത്നങ്ങൾ ആഭ്യന്തര പ്രയത്നങ്ങൾ. അതായത് നമ്മൾ ഇന്നറില് അത്രയും കഷ്ടപ്പെടുന്നുണ്ട്, വെറുതെ ശമ്പളം മേടിക്കുന്നത്. എല്ലാവരും അല്ല, മാഷന്മാർ വെറുതെ ശമ്പളം മേടിക്കുന്നത് കുറെ ആൾ കമന്റ് അടിക്കുന്നുണ്ട്. അല്ല, ഇത്രയും പ്രയത്നങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അർത്ഥം. ആലോചിക്കണം, ഇത്രയും പ്രയത്നങ്ങൾ മാഷന്മാർ ചെയ്യുന്നുണ്ട്. അതെ. അപ്പോ സ്പൃഷ്ടം, ഈശസ്പൃഷ്ടം, ഈശത് വിവൃതം, വിവൃതം, സംവൃതം. 5 പ്രയത്നങ്ങൾ എന്തുണ്ട്? വർണ്ണങ്ങൾക്കുണ്ട്. അത് ഏതൊക്കെ വർണ്ണം ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാം. അതുപോലെ ബാഹ്യപ്രയത്നം 11. വിവാരം, വിവാരഹ, സംവാരം, ശ്വാസം, നാദം, ഘോഷം, അഘോഷം, അല്പപ്രാണം, മഹാപ്രാണം, ഉദാത്തം, അനുദാത്തം, സ്വരിതം. ഞാൻ നേരത്തെ പറഞ്ഞതന്നെ, ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറയുന്നത് ഏതിൽപ്പെട്ടതാണ്? ബാഹ്യപ്രയത്നപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിത്രം വരച്ച് കാണിക്കാൻ പറ്റുന്നത്. ഒരു വര നീളത്തിലോ കുറുകനോ ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടും? ഉദാത്തം, അനുദാത്തം, സ്വരിതം പറ്റി. ഇതൊന്നും മറ്റേ സ്പൃഷ്ടവും ഈശ്വരനും കാണിക്കാനാവില്ല, വരച്ച് കാണിക്കാനാവില്ല എന്നർത്ഥം. വരച്ച് കാണിക്കാൻ പറ്റുന്ന ഏതേ പറ്റുള്ളൂ? ബാഹ്യപ്രയത്നേ പറ്റുള്ളൂ. ആഭ്യന്തര പ്രയത്നം നിങ്ങൾ അനുഭവിച്ചറിയുന്ന വേണത്, വേറെ വഴിയില്ല. അപ്പോ എന്തായി? സ്പൃഷ്ടം, ഈഷസ്പൃഷ്ടം, ഈഷത് വിവൃതം, വിവൃതം, സംവൃതം 5 എണ്ണം. പിന്നെ വിവാരം, സംവാരം, ശ്വാസം, നാദം, ഘോഷം, അഘോഷം, അല്പപ്രാണം, മഹാപ്രാണം, ഉദാത്തം, അനുദാത്തം, സ്വരിതം 11 എണ്ണം. ഉദാത്തം, അനുദാത്തം, സ്വരിതം, ഇത്ര എന്തായി? 11 എണ്ണം ബാഹ്യപ്രയത്നമായി. അങ്ങനെ ആഭ്യന്തര പ്രയത്നവും ബാഹ്യപ്രയത്നവും അവിടെ നിൽക്കട്ടെ. അത് ഏതൊക്കെ വർണ്ണങ്ങൾക്കുള്ളതിന് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ 2 വർണ്ണങ്ങൾ എന്ത് ചെയ്യാന്ന് നിങ്ങൾക്ക് ചില ദിക്കില് നമ്മൾ തന്നെ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലേ? ലാ അല്ലെങ്കിൽ ലാ ഉപയോഗിക്കുന്നുണ്ട്, രാ ഉപയോഗിക്കുന്നുണ്ട്. രാ, ലാ, ഈ സാധനങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ മാറി മാറിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. രാ, ലാ, ള ഇഷ്ടംപോലെ നമ്മൾ എന്താക്കുന്നുണ്ട്, മാറി മാറി ഉപയോഗിക്കുന്നതാണ്. ഇതിനൊക്കെ എന്ത് പറയും? സവർണങ്ങൾ എന്ന് പറയും. ഇതിനൊക്കെ എന്ത് പറയും? നമ്മള് സവർണം എന്ന് പറയും. ഒന്നിന് ഒരു സാദൃശ്യം വന്നാൽ എന്തായി? അതിന്റെ സവർണയാണ് പറ്റുള്ളൂ. വേറെ എന്താ കണ്ട വർണ്ണങ്ങളൊന്നും ഉപയോഗിക്കാനാവില്ല എന്നർത്ഥം. അതിന്റെ ആൾക്കാരെ മാത്രമേ എന്താക്കാനാവുള്ളൂ? അതിന് ഉപയോഗിക്കാനാവുള്ളൂ. ഇല്ലാത്ത സവർണൻ അല്ലാണ്ട് വന്നാൽ നമ്മളെല്ലാം നമുക്കല്ലേ സവർണനല്ല. ബോധായന ആപസ്തംഭം കൂട്ടുക, ആപസ്തംഭം ബോധായനം കൂട്ടുക ഇല്ല. അതുപോലെ തന്നെ അതിലൊന്നുണ്ട്, ഇതിലും വല്ലാണ്ട് ജാതിയും വർണ്ണവും ക്രമമൊക്കെ വല്ലാണ്ട് അത്യധികമുള്ള സംഭവമാണ് എന്തെന്ന് ഈ അക്ഷരങ്ങൾക്ക് എന്തുണ്ട്? എല്ലാവരും എന്തുണ്ട്? അതിൻ്റെതായിട്ടുള്ള ജാതിയുണ്ട്, അതിൻ്റെതായിട്ടുള്ള വർണ്ണമുണ്ട്. അത് ബ്രാഹ്മണ വർണ്ണം, ക്ഷത്രിയ വർണ്ണം, എല്ലാവരുടെ വർണ്ണങ്ങളുണ്ട്. അതിൻ്റെതായിട്ടുള്ള ജാതിയുണ്ട്, അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രയത്നങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള എന്തുകൊണ്ട് സംഭവങ്ങളുണ്ട്, അത് പുറപ്പെടുന്ന രീതികളുണ്ട്. ഇതെല്ലാം എന്താണ്? എല്ലാം ഇൻഡിവിജ്വലാണ്. ഇതെല്ലാം ഒന്നിനെ പോലെ വേറെ സുമാർ വേണ്ടി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ, യാ, ഇങ്ങനെയുള്ള നിൽക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സവർണത്തിന് ഇതിന് പകരം വന്നാൽ, ഇതിന് പകരം ഉപയോഗിക്കേണ്ടി വന്നാൽ അങ്ങനെയുള്ള സവർണക്കാര വികാരത്തിന് കൊണ്ടുപോയിട്ട് വാ അടിച്ചു വിടാൻ പറ്റും. ഊന്നുള്ളതിന് വാ അടിക്കാം. ഊന്നുള്ളതിന് എന്താവാം? മധു അരി എന്നുള്ളേക്കില് മധ്വരി നാക്കാം. മധു അരി മധ്വരി നാക്കാം. അതുപോലെ തന്നെ സുധി ഉപാസ്യ എന്നുള്ളത് ഈ ശുദ്ധി ഉപാസ്യ നാക്കാം. അവിടെ ഈ ആണ്. അപ്പൊ യാ അടിക്കേണ്ടി വരും. മൂന്നിലേക്കിൽ എന്ത് വേണ്ടി വരും? വാന്ന് അടിക്കേണ്ടി വരും. അപ്പോ ഇങ്ങനെ ഉള്ള ഈ അക്ഷരങ്ങൾ കൂടിയിട്ടാകുന്നുണ്ടാവുന്ന പദം ഉണ്ടാവും. ഈ അക്ഷരങ്ങൾ കൂടി എന്തായി? പദങ്ങളായി.
ഈ പദത്തിനെ കുറിച്ച് തന്നെ എന്തുണ്ട്, വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പദം എന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ട് എന്നും ഇല്ല. അർത്ഥവത്തായിട്ടുള്ള ശബ്ദസ്വരൂപമായാൽ അതിനെന്ത് പറയും? പ്രാതിപതികം എന്ന് പറയും. അർത്ഥവത്തായിട്ടുള്ള ശബ്ദസ്വരൂപമായാൽ എന്ത് പറയും? പ്രാതിപതികം എന്ന് പറയും. അങ്ങനെ പ്രാതിപതികമായ എന്തായി അതിന് എന്താന്ന് വെച്ചാല് അതിന് കുറെ എന്തുണ്ട്, നമ്മൾ വിഭക്തികളെല്ലാം വെക്കണം. നമ്മൾ നേരത്തെ നിങ്ങൾ സംസ്കൃതം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. രാമഹ രാമോ രാമാഹ അല്ല, രാമൻ ഒറ്റ ആളല്ലോ. അഹ ഔ ഏഹ എം ഔ ഏൺ നോക്കോ. ഏണ പാടുന്നതൊക്കെ ഏത് വേണം കൂട്ടാം. രാമഹ രാമോ രാമാഹ രാമം രാമോ രാമാൻ രാമേണ രാമഭ്യാം രാമൈഹി. ഇത്തരത്തില് ഒന്നിന് പ്രകൃതി എന്ന് പറയും, മറ്റേതിന് പ്രത്യയം എന്ന് പറയും. രാമ എന്നുള്ളത് പ്രകൃതി, രാമഹ എന്നുള്ള വിസർഗാവുന്നത് പ്രത്യയം. അങ്ങനെ പ്രകൃതിയും പ്രത്യയവും കൂടി കൂടിയാല് ശിവനും പാർവതിയും കൂടി കൂടിയ പോലെ ആവുള്ളൂ എന്നും എന്നാലേ പദാവുള്ളൂ എന്നും. അതിനാണ് സുബന്ധെന്നും തിഗന്ധെന്ന പേര് വന്നിട്ട് അതെന്താവും, അക്ഷരങ്ങള് പദങ്ങളായി ആ പദത്തിന്റെ അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യയം എല്ലാം കൂട്ടി അതിനെ ഒരു മനുഷ്യാകൃതിയാക്കി കുളിപ്പിച്ച് നല്ല കുഞ്ഞാക്കിയിട്ട് ഒരു പദാക്കിയിട്ട് എടുക്കണമെങ്കിൽ വലിയ പണിയുണ്ട്. എന്നെന്തുണ്ട്, കുറെ സൂത്രം ഇടപാടുകള്, പല സർക്കസുകളും പാണിനിയും പതഞ്ജലിയും കാർത്തികനെ പോലെ ആൾക്കാരാക്കിയിട്ടാണ് നമ്മളെന്താവുന്നത് ആ പദ നമ്മൾ ഇട്ടിട്ടിങ്ങനെ എന്താ പറയണ്ടേ ശരിയും ഇതിലാണ്ട് അരകുറെ ആയിട്ട് വിദ്യാഭ്യാസം അധ്യാപകനും പല തരത്തിലും പ്രയോഗിച്ചിട്ട് നമ്മളതിനെ കൊല്ലുന്നു, അക്ഷരങ്ങളെ കൊല്ലുന്നു. അങ്ങനെ കൊല്ലാണ്ടിരിക്കാൻ അക്ഷരങ്ങളെ കൊല്ലുക എന്ന പാപം കൊല്ലാനാവില്ല, അതിനെ ദ്രോഹിക്കാറ് നിത്യാണ്. അതിനെ കൊല്ലാനൊന്നും ആവില്ല, അക്ഷരം നിത്യല്ലേ. അതുകൊണ്ട് എന്താ വെച്ചാൽ അതിനെ ദ്രോഹിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള അക്ഷരജ്ഞാനം ആദ്യമായിട്ട് വേണ്ടതാണ്. അക്ഷരജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാണിനിയും പതഞ്ജലി ഇവരൊക്കെ ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എവിടെ വരെ എത്തി, വർണ്ണത്തിന്റെ സ്ഥാനങ്ങൾ വരെ എത്തി. വർണ്ണത്തിന്റെ സ്ഥാനം